ആ സഭയെ പ്രതിനിധീകരിച്ച് ചില വാക്കുകൾ പറയുന്നതുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സർവശക്തനായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിനെ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവിൻ്റെ വിയോഗത്തോട് ചേർന്നുള്ള അവസരത്തിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ചെങ്ങമനാട് AG സഭയുടെ പ്രതിനിധിയായി നിൽക്കുന്നു. എന്നാൽ അതിൻ്റെ ആമേൻ പ്രൈസിൽ അവിടെ പാർത്ത് ഇന്നേക്ക് 10-15 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോർജ് വർഗീസ്, ആമേൻ പ്രൈസ് ലോർഡ് സ്തോത്രം, ഗ്രേസമ്മ, അവരോടുള്ള ബന്ധത്തിലാണ് ഇന്നിവിടെ ആയിരിക്കാൻ. ഗ്രേസമ്മയുടെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ആ പിതാവിൻ്റെ ദുഃഖത്തിൽ ചെങ്ങമനാട് സഭയെ പ്രതികരിച്ച് എല്ലാ ആശംസകളും ആമേൻ പ്രൈസ് ലോർഡ് അനുശോചനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അപ്പച്ചൻ്റെ പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠമേറിയ ദൈവദാസന്മാർ, ശേഷാൽ ഞങ്ങളുടെ മധ്യമേഖലയുടെ ആമേൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബനാൻസ് പാസ്റ്റർ, ഒരുമിച്ച് മറ്റ് പാസ്റ്റേഴ്സ്, ഈ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ അധ്യക്ഷൻ, എല്ലാവരോടും ആമേൻ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശിച്ച് ജീവിപ്പാൻ നമുക്കൊരു വിലയേറിയ അവസരം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് കർത്താവിൽ പ്രത്യാശ വെച്ച് ആമേൻ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവരാജ്യത്തിൽ പോകുവാൻ അതിന് ഇതുവരെയും സാധ്യമല്ലാത്ത ആരെല്ലാം കേൾക്കുന്നെങ്കിൽ ഈ വലിയ പ്രത്യാശയ്ക്കായി ഒരുങ്ങി ആ രാജ്യത്തിൽ പോകുവാൻ നമ്മളെല്ലാം ആയിത്തീരണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ച് എൻ്റെ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതിനായി നമ്മുടെ മധ്യമേഖല ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെനാൻസ്യൂസ് അവറുകൾ നമ്മുടെ മധ്യേ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിലും ഈ ശുശ്രൂഷയുടെ ആദ്യവസാനം കർത്താവിൻ്റെ ദാസന് ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അല്പസമയം കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. ഇപ്പോൾ തുടർന്നും കൺകോർഡൻസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയ MC ഏബ്രഹാം അച്ചായനെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്കും ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ വാത്സല്യ പിതാവ് ഏകദേശം നല്ല 88 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ഇടയാക്കി. യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ജോബ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ശ്വാസം പോകുന്നു, എൻ്റെ പ്രാണൻ കെട്ടുപോകുന്നു, ശ്മശാനം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ശ്വാസം കുറേശ്ശെയായിട്ട് ഓരോ ദിവസവും വർഷങ്ങളായിട്ട് ശ്വാസം പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു. നമ്മുടെ പ്രാണൻ അതുപോലെ കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാകുന്നു. അത് വർഷങ്ങൾ പഴകി ദൈവം നിശ്ചയിച്ച സമയത്ത് ആത്മാവും നമ്മെ വിട്ട് കടന്നു പോകും.
അവസാനം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ശ്മശാനം മാത്രമാകുന്നു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ശ്മശാനമാകുന്നു ലാസ്റ്റിൽ. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മരിച്ചു പോകുന്നവർക്ക് ശ്മശാനത്തോടുകൂടി അവസാനിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുന്ന മക്കൾക്ക് ഇയ്യോബ് പറയുമ്പോൾ 19:25 വാക്യത്തിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നും അവൻ്റെ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് യേശുവിനെ, ദൈവത്തെ മുഖാമുഖമായി കാണുവാനുള്ള ഭാഗ്യമുണ്ട്. അല്ലാത്തവർ നിത്യ നരകത്തിൽ അഗ്നി ജ്വാലയിൽ യുഗായുഗങ്ങൾ പിശാചിനോടുകൂടെ വേദനപ്പെടുമ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം യേശുവിനോടുകൂടെ കൂടാനുകൂടി യുഗായുഗങ്ങൾ ദൈവത്തോടുകൂടെ സന്തോഷം അനുഭവിക്കുന്ന ഭവനത്തിൽ പ്രവേശിച്ച് സന്തോഷിക്കും. ഈ വാത്സല്യ പിതാവ് ആ ദൈവഭവനത്തിൽ വിശ്രമിക്കുവാൻ തക്കവണ്ണം കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നമുക്കെല്ലാവർക്കും ആ ഒരു പ്രത്യാശ, നമ്മളിവിടെ നിന്ന് കടന്നു പോകുമ്പോൾ യേശുവിനോടുകൂടെ നിത്യരാജ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന രാജ്യത്തിൽ നമ്മളെല്ലാവരും കാണപ്പെടുവാൻ നമുക്കൊരുങ്ങാം. വാത്സല്യ പിതാവിൻ്റെ വേർപാടിനാൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യരാർക്കും കൊടുക്കുവാൻ പാടില്ലാത്ത സമാധാനം, മനുഷ്യരാരാലും എടുക്കുവാൻ പാടില്ലാത്ത ദൈവസമാധാനം കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊണ്ടുകയാകുന്നു. ചങ്ങനാട് സഭയെ സംബന്ധിച്ചും എൻ്റെ കുടുംബത്തോടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. പാസ്റ്റർ സന്തോഷ് മുൻപോട്ട് കടന്നു വരും. കണ്ടോളാൻ സഹായിച്ചില്ല വാക്കുകൾ അറിയിക്കും. നമ്മുടെ വാക്കുകൾ ഒത്തിരി നീളം കൂടാതെ ചുരുക്കുന്നത് അനിവാര്യവുമായിരിക്കും. കർത്താവിന് മഹത്വം. ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തോട് ചേർന്ന് ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. 1995 ഈ മുഖത്തല ഏജിയിൽ സ്നാനപ്പെട്ട വിശ്വാസിയായി കടന്നു വന്ന സമയം മുതൽ ഈ പ്രിയ പിതാവിനെ പരിചയപ്പെടുവാനും ആത്മീയ സ്നേഹബന്ധത്തിൽ ഒരുമിച്ച് സഹകരിപ്പാനും തൻ്റെ മക്കൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകരോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ശുശ്രൂഷയിൽ സഹകരിപ്പാനൊക്കെ സ്വർഗം എനിക്ക് ഭാഗ്യം നൽകും. ഞാൻ ഈ 95 ഈ ദൈവസഭയിൽ കടന്നു വരുന്ന സമയം മുതലേ ഈ പ്രിയ പിതാവ് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവായ യേശുവിൻ്റെ പുനരാഗമന പ്രത്യക്ഷതയെക്കുറിച്ച് താൻ ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രബോധിപ്പിക്കും. താൻ പ്രബോധിപ്പിച്ച വചനങ്ങളൊക്കെയും ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഈ ക്രിസ്തയേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഈ മുഖത്തലയുടെ പരിസര പ്രദേശങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ ശക്തിയോടെ യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുവാൻ പ്രിയ പിതാവിന് ഭാഗ്യം നൽകി ആ പുനരാഗമന പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തിരികെ ഭാഗ്യം കൊടുത്തു. തൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കണ്ട് പ്രത്യാശയോട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഈ പ്രിയ പിതാവിന് ഭാഗ്യം കൊടുത്തു. അപ്പോൾ യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-25 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ജീവനോട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനും ദൈവം കൃപ നൽകി. തന്നെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, ഈ ദൈവസഭാ അംഗങ്ങൾ, ഈ ദേശനിവാസികൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുശോചനം എൻ്റെ വ്യക്തിപരമായും കുടുംബപരമായും ഞാൻ ശുശ്രൂഷിക്കുന്ന ഏനാത്ത് അസംബ്ലീസ് കൊണ്ട് പേരിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ മഹത്വം. ഈ അപ്പച്ചന് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഏറ്റവും ധാരാളം പാട്ടുകൾ ഇഷ്ടമുണ്ടായിരുന്നു. അത് കൂടെ പാടാറുണ്ടായിരുന്നു. മുമ്പേ നാം പാടിക്കേട്ട എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ പ്രിയ അപ്പച്ചൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, പാടാറുള്ള പാട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഗായക സംഘം വന്ദനമേശുവര അപ്പച്ചന് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇന്നും നിൻ സന്നിധിയിൽ എന്നുള്ള ആ വരികൾ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ആ പാട്ടിൻ്റെ വരികൾ ഗായക സംഘം ഇപ്പോൾ പാടുന്നതായിരിക്കും.
ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിന്ന ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിന്ന തന്നതിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു തന്നതിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളോ ജീവനാഥ നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളോ ജീവനാഥ നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾക്കരുള ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾക്കരുള പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമകോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമകോ വന്ദനമേശു പര നിനക്കെന്നും വന്ദനമേശു പര വന്ദനമേശു പര നിനക്കെന്നും വന്ദനമേശു പര വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിന്നധരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിന്നധരവാ സ്തോത്രം. തുടർന്ന് ചാച്ചിപ്പുന്ന സഭയിലെ അംഗമായിരിക്കുന്ന യോഹന്നാൻ പാസ്റ്റർ, തൊട്ട് മുൻപ് ശുശ്രൂഷ ആ സഭയിലെ പ്രിയ CD ഡാനിയൽ അച്ചായൻ മുൻപോട്ട് കടന്നു വരികയും കണ്ടോളൻസ് ആയ ചില വാക്കുകൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിള് പറയുന്ന പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവമക്കൾക്ക് ഉള്ളതായ ഒരു പ്രത്യാശയാണ്. ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന സമയം നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ളൊരു അനുഭവമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവ് പല പ്രാവശ്യം ചാച്ചിപ്പുന സഭയിൽ ഞങ്ങളുടെ പാസ്റ്ററായി യോഹന്നാൻ പാസ്റ്റർ 3 വർഷം ഇരുന്നപ്പോൾ പല പ്രാവശ്യം അവിടെ കടന്നു വരികയും അവിടെ വെച്ച് സംസാരിപ്പാനും ഒക്കെയും ദൈവം ഇടയാക്കി. കർത്താവ് തന്നെ സ്നേഹിച്ച തൻ്റെ സമയത്ത് തന്നെ വിളിച്ച് വേർതിരിച്ചു. പാസ്റ്റർ അവിടെ ആയിരുന്നപ്പോൾ ഏറെ സന്തോഷവും
അനുഗ്രഹവും സഭയിൽ ഉണ്ടായിരുന്നു. ഈ സമയം ചാച്ചിപ്പുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ചില കണ്ടോളൻസ് പറഞ്ഞുകൊള്ളട്ടെ. കോശി ഫിലിപ്പ് കുടുംബം, റിജി ഫിലിപ്പ്, ചിന്നമ്മ ഫിലിപ്പോസ്, അമേരിക്കയിൽ നിന്നുമുള്ളതായിരിക്കുന്നവരുടെ കണ്ടോളൻസ് അറിയിക്കുന്നു. പാസ്റ്റർ ബ്ലസൻ ജോയിയുടെ കണ്ടോളൻസ് അറിയിക്കുന്നു. അതുപോലെ പന്തളം അസംബ്ലീസ് ഓഫ് ഗോഡ് പന്തളം സെക്ഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ MD തോമസ് കുട്ടി അവരുടെയും കണ്ടോളൻസ് അറിയിക്കുന്നു. അത് കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നും പ്രിയ യോഹന്നാൻ പാസ്റ്ററുടെ മൂത്ത മകൻ കുടുംബം ആരാധിക്കുന്ന ആ ചർച്ചിലെ പാസ്റ്റർ വിൽസ് തോമസ്, നമ്മുടെ മൂലമണിൽ തങ്കച്ചായൻ്റെ മകൻ കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയും ആ സഭയുടെയും കണ്ടോളൻസ് അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് പ്രിയ MK ജോർജ് സാർ മുൻപോട്ട് കടന്നു വരികയും കണ്ടോളൻസ് അറിയിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തൃദാസന്മാർ, പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ മക്കൾ, കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, ഇവിടെയുള്ള മുഖത്തിലെ AG സഭ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയ പിതാവുമായി 17 വർഷത്തിലധികമായ പരിചയം എനിക്കുണ്ട്. വാളകത്ത് പ്രിയ പിതാവിൻ്റെ ഇളയ മകൾ ഗ്രേസമ്മ സിസ്റ്ററും ജോർജ് വർഗീസ് പാസ്റ്ററും ശുശ്രൂഷിക്കുന്ന കാലയളവ് മുതൽ ഈ പ്രിയ പിതാവ് പല പ്രാവശ്യം അവിടെ വരികയും ഞങ്ങൾക്ക് ക്രിസ്തീയ സ്നേഹം പങ്കിടുവാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിപൂർവ്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർക്കുന്നു. താൻ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ പ്രത്യാശയോടെ ചേർക്കപ്പെടുവാൻ കഴിഞ്ഞ ദിവസം ദൈവം കൃപ ചെയ്തു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വാളകം സഭയിൽ നിന്ന് അവിടുത്തെ പാസ്റ്റർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കൊട്ടാരക്കര AG സഭയുടെ കണ്ടോളൻസ് ഞാൻ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അറിയിക്കുന്നു. അതുപോലെ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ കണ്ടോളൻസും ഞാൻ ആദരപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാ നല്ല മാതൃകകളും പിൻപറ്റിക്കൊണ്ട് പ്രിയ പിതാവ് നമുക്ക് കാണിച്ചു തന്ന സൗഹൃദം, ക്ഷമിക്കാനും സഹിക്കാനും സഹിഷ്ണുത കാണിക്കാനും നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനുമുള്ള എല്ലാ മാതൃകകളും നമുക്ക് പിൻപറ്റിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഈ യോഹന്നാൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ദൈവം ധാരാളമായ ദൈവ കൃപ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് ജീവിപ്പിക്കാൻ തുറന്നും ഈ പ്രിയ സഭയ്ക്കും ഭവനത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഓർത്ത് പ്രാർത്ഥിപ്പാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസരം തന്ന സഭയ്ക്കും കർത്തൃദാസനും വന്ദനം നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. പാസ്റ്റർ K. യോഹന്നാൻ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ,
ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ. വന്മഹിമാധാന സുഖങ്ങൾ സകലതും മായ. വന്മഹിമാധാന സുഖങ്ങൾ സകലതും മായ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിലെ അധ്വാനം ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന സൗരസൗരന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ട യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ദേഹയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയിൽ എനിക്കുമെന്ന് സംബന്ധിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖത്തില ഏജിയിലുള്ള ഒരു സഹോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതിനുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽവേളയിൽ എനിക്കിവിടെ ആയിരിക്കാൻ ഇടയായത്. അന്നു മുതൽ പ്രിയ പിതാവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമാണ് എനിക്കുള്ളത്. എൻ്റെ ഒരു പിതാവിനെ പോലെ പിതൃതുല്യമായി സ്നേഹിച്ച ഒരു അദ്ദേഹമാണ്. ദൈവസന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തോടെ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ ആ ദൈവദാസനെ ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ദൈവദാസന്മാരെ സ്നേഹിക്കുകയും മാനിക്കുകയും അവരോട് വളരെ പക്ഷമായി സംസാരിക്കുകയും ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ് ഒരുമിച്ച് വളരെ വർഷങ്ങൾ സ്നേഹബന്ധത്തിലായിരിക്കാൻ ദൈവം സാവകാശം നൽകി. അതുപോലെ തന്നെ പ്രിയ മാതാവെ, തൻ്റെ മക്കളെ പാസ്റ്റർ തങ്കച്ചനവറുകളെ, ബേവിച്ചനെ, മറ്റ് പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ സാവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ പിതാവെ സൗഖ്യമില്ലാതിരുന്നപ്പോൾ ഒരു പ്രാവശ്യം കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും അദ്ദേഹത്തോടെ ക്ഷമാന്വേഷണമൊക്കെ അറിയിപ്പാൻ ദൈവം സാവകാശം നൽകി. വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ വിളിച്ചു ചേർക്കപ്പെട്ട പ്രിയ പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 88 സംവത്സരങ്ങൾ ദൈവത്തെ സേവിച്ച് ഈ ലോകത്ത് ജീവിപ്പാൻ, മക്കളെയും കൊച്ചുമക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കാണുവാൻ, ഇവിടെ നന്മകൾ അനുഭവിപ്പാൻ, എല്ലാത്തിലുപരിയായി കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ദൈവവഴിയിൽ നടക്കുവാൻ, തൻ്റെ തലമുറയും അതിനുള്ള ബന്ധത്തിലായിരിക്കാനൊക്കെ ഭാഗ്യം അത് കാണുവാൻ ദൈവം തൻ്റെ പിതാവിനെ കൃപ കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ സ്മൃതിപഥത്തിൽ കൂടെ കടന്നുപോയൊരു വാക്യം ഇതാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. കഴിഞ്ഞ 7 സംവത്സരങ്ങൾ രോഗിയായി വാർദ്ധക്യത്തിൽ സംബന്ധമായ രോഗത്താൽ താൻ ഭാരപ്പെട്ടു. എങ്കിലും വലിയ ഒരു പ്രത്യാശ തനിക്കുണ്ടായിരുന്നു. ശാരീരികമായി ക്ഷീണങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നെടുവീർപ്പ് ഒക്കെ താൻ അനുഭവിച്ചുവെങ്കിലും കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദുഃഖവും നിലവിളിയും മുറവിളിയും ഒന്നുമില്ലാത്ത ആ ഇമ്പങ്ങളുടെ പ്രദേശയിലെ ദൈവത്തിൻ്റെ സന്നിധിയിലെ തന്നെ പ്രവേശിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്യുത്തമമായ ഒരനുഭവത്തിലേക്ക് പ്രിയ പിതാവെ എത്തിച്ചേർന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന തോന്നിയ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ
ദൈവമക്കൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രത്യാശയുണ്ട്. വീണ്ടും കാണാം എന്നുള്ള ആ ഉന്നതമായ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽവേള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാഹളനാദം ഈ ദിവസങ്ങളൊന്നിൽ ആമേൻ പ്രൈസ് സംഭവിക്കുകയാണെങ്കിൽ, അതല്ല നമ്മുടെ മരണമാണെങ്കിൽ, ഞാൻ കർത്താവിനൂടെ കാണുമോ? ദൈവവചനത്തെ വായിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഇപ്പോൾ പ്രിയ ദാസൻ, പ്രിയ പിതാവ് എവിടെയാ? കർത്താവിനോട് കൂടെയാണ്. വിട്ടുപിരിഞ്ഞാൽ പിന്നെ എവിടെ എന്നുള്ള ഒരു ചോദ്യം പലരുടെയും ഉള്ളിലെ അവശേഷിക്കുമ്പോൾ സംശയം കൂടാ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനോട് കൂടെ. ആ വലിയ പദവി പ്രിയ പിതാവിന് ദൈവം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കാണാം എന്നുള്ള ഉന്നതമായ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെയും പ്രിയ കർത്തദാസൻ യോനാച്ചൻ പാസ്റ്ററിനെയും ബേവിച്ചനെയും മറ്റ് സഹോദരങ്ങളെയും ബന്ധുമിത്ര ചാർച്ചക്കാർ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവ്വ ആശ്വാസങ്ങളോടുമായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ദൈവം അവർക്ക് സമാധാനം നൽകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ കരങ്ങളോട്ട് എല്ലാം നമുക്ക് പ്രൈസ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏൽപ്പിക്കാം. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യാശയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകമായ അനുശോചനവും പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ വാതികത്തിൽ വിരമിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഞാൻ എൻ്റെ വാതികത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കണ്ടോളൻസ് കൂടെ അറിയിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് പ്രിയ ഡാനിയൽ സാറും തൻ്റെ മകൻ ബിജു ഡാനിയേലും ഇതേയും കണ്ടോളൻസ് അറിയിക്കുന്നു. അതുപോലെ പ്രിയ അപ്പച്ചൻ്റെ രണ്ടാമത്തെ മകൻ ബേബിച്ചായൻ അമേരിക്കയിലെ ഡാളസിൽ ഉള്ളതായിരിക്കുന്ന ഗോസ്ബൽ അസംബ്ലി സഭയിലാണ് ആരാധനയ്ക്കായി കുടുംബമായി കൂടുന്നത്. ആ സഭയും ആ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബിജു തോമസിൻ്റെയും കണ്ടോളൻസും അറിയിക്കുന്ന തരുണത്തിൽ തുടർന്ന് പാസ്റ്റർ ഡാനിയേൽ ഉണ്ണുണ്ണി മുൻപോട്ട് കടന്നു വരികയും ചുരുക്കം വാക്കുകളിൽ കണ്ടോളൻസ് അറിയിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ ലഭിച്ച വിലപ്പെട്ട അവസരത്തെ തക്കയോഗ്യമായി ഉപയോഗിക്കുവാൻ ഞാനും താല്പര്യപ്പെടുകയാണ്. സംവത്സരങ്ങൾക്ക് അപ്പുറം മുഹത്തല AG പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലയളവോട് അനുബന്ധിച്ച് ഇവിടെയുള്ള അന്നത്തെ എല്ലാ ആളുകളെയും എനിക്ക് പരിചയമുണ്ട്. 65 മുതൽ 70 വരെയുള്ള കാലയളവിൽ ഇതിന് സമീപമുള്ള നല്ലില എന്ന സ്ഥലത്ത് ഒരു പുതിയ സഭാപ്രവർത്തനം ആരംഭിച്ച് അവിടെ ആയിരുന്ന സമയങ്ങളിൽ അതിൻ്റെ അടുത്ത സന്ദർഭങ്ങളാണ് ഇവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. പ്രിയ പൊടിച്ചാനെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ഞാൻ നേരത്തെ പറയും മറ്റ് അന്നുണ്ടായിരുന്ന എല്ലാ വിശ്വാസികളെയും എനിക്ക് ഓർമ്മയുണ്ട്, പരിചയമുണ്ട്. അന്ന് ഇവിടെ ശുശ്രൂഷകനായിരുന്നത് KJ ജോസഫാണ്. കൊല്ലത്ത് PD തോമാച്ചൻ അവറുകൾ, കുണ്ട്രയിൽ PO ചെറിയാച്ചൻ അവറുകൾ, നല്ലിലയിൽ ഞങ്ങൾ പത്തനാപുരത്തോടുമൊക്കെ അടുത്ത ബന്ധപ്പെട്ട ആളുകളാണ് ഈ 3-4 പേരും. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ പറയാനും കൂടെ ഞാൻ താല്പര്യപ്പെട്ടത്. ഈ പ്രിയ പിതാവിൻ്റെ മക്കൾ പാസ്റ്റർ യോനാച്ചൻ മൂത്ത മകൻ ശുശ്രൂഷയിൽ, 2 പെമക്കൾ കർത്തൃസേവയിൽ അവരുടെ കുടുംബവുമായി ആയിരിക്കുന്നു എന്നുള്ള ഒരു പദവിയാണ്. പ്രിയ ബേബിച്ചനെയും എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. അദ്ദേഹം ജഡ്ജ് സഭയിൽ തൻ്റെ സഹോദരനോട് ശുശ്രൂഷിക്കുന്നതോട് ബന്ധപ്പെട്ട് കടന്നു വന്ന സന്ദർഭങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധങ്ങളിൽ ഒക്കെ ഈ പിതാവും പ്രിയ ബേബിച്ചനൊക്കെ അവിടെ കടന്നു വരികയും അന്നേരം അധികമായി സംസാരിക്കുകയും ചെയ്യുവാനിടയായത് കൂടാതെ ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് ജഡ്ജ് സഭയിൽ നിന്ന് ട്രാൻസ്ഫറായി യോനാച്ചൻ വീട്ടിലേക്ക് പോരുന്ന ആ പശ്ചാത്തലത്തിൽ കൂടെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും കടന്നു വന്ന് പ്രിയ പിതാവുമായി ദീർഘസമയം വീട്ടിലിരുന്ന് സംസാരിപ്പാൻ അന്ന് അവസരം ഉണ്ടായി. പല ഓർമ്മകളും നമുക്ക് പങ്കുവെക്കുവാൻ കഴിയും. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്
കഷ്ടങ്ങളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ആരംഭകാലങ്ങളിലുള്ള പ്രതികൂലത്തിൻ്റെ നടുവിൽ വിശ്വാസത്തിൽ നിന്ന് പുറമോട്ട് കാലുവെക്കാതെ മുന്നോട്ട് പാദങ്ങൾ വിശ്വാസത്തിൽ വെച്ച് മുന്നേറുവാനും കർത്തൃവേലയിലും ദൈവ സേവനത്തിലും ആമേൻ കർത്താവിന് സ്തോത്രം വിശ്വാസത്തിൽ നിലനിൽക്കുക മാത്രമല്ല തലമുറകളെയും കർത്താവിന് വേണ്ടി ഒരുക്കി സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെ നൽകുവാൻ കഴിഞ്ഞ ഒരു ബഹുമാന്യ പിതാവാണ് ഇന്ന് നമ്മുടെ നടുവിൽ അത് ഈ ശവപ്പെട്ടിക്കുള്ളിൽ ആയിരിക്കുന്നത്. തനിക്ക് ചെയ്യുവാൻ ലഭിച്ച എല്ലാ കാര്യങ്ങളും ലോകത്തിൽ തേക്കുവാൻ കഴിയേണ്ടതായ എല്ലാ കാര്യങ്ങളും തികച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിച്ചിരുന്ന രോഗങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിലും പ്രത്യാശയും ആശ്വാസവും നൽകുന്ന കർത്താവിൽ സമാധാനം കണ്ട് തക്ക സമയത്ത് ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം 88-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിലെ എല്ലാവരെയും വിട്ടിട്ട് സകലവും വിട്ടിട്ട് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിശ്രമത്തിന് വേണ്ടി കരേറി പോയിരിക്കുന്നു. വേദന ഇനിയും അനുഭവിക്കണ്ട, ഭാരങ്ങൾ ഇനി ഏക്കണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യമോ കൊച്ചുമക്കളുടെ കാര്യങ്ങളോ മറ്റാരുടെയോ സഭയുടെ കാര്യങ്ങളോ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതൊന്നും ആവശ്യമില്ലാത്ത നിലയിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുമ്പേ കടന്നുപോയിട്ടുള്ള അനേകരും ആമേൻ പ്രത്യാശയോടെ കഴിയുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുമെന്നുള്ളതാണല്ലോ. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. അതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖത്തെ മാറ്റുവാൻ നല്ല വാക്കുകൾ പറഞ്ഞ നമ്മുടെ കർത്താവുണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനത്തിന് അവർക്ക് തന്നെ അത് തിരിച്ചെടുക്കുവാനോ അതിനെ ഇല്ലാതെയാക്കുവാനോ കഴിയും. എന്നാൽ ആർക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയാതെ, ആർക്കും അത് നൽകുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ദിവ്യമായ സമാധാനം പ്രത്യാശ നിമിത്തം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിട്ടുണ്ട്, ഞാൻ പോയാലും മടങ്ങി വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ ജീവിതത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിപ്രധാനമായ കാര്യങ്ങളെ സംബന്ധിച്ച് ആമേൻ പിന്നീട് കർത്താവിന് ദാസന്മാർ ആധികാരികമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ വചനത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി താല്പര്യപ്പെടുകയല്ലെങ്കിലും ക്രിസ്തീയ പ്രത്യാശ പങ്കുവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ എണ്ണിക്കൊള്ളുവാൻ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു, കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ലോകജീവിതം ക്ഷണികമാണ്. ഇദ്ദേഹത്തിന് 88 വയസ്സ് ലഭിച്ചു. ദൈവം അനുവദിച്ചാൽ ഇതിനു ശേഷം ഇന്ന് 100-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു പിതാവ് പത്തനാപുരത്തിനടുത്തുണ്ട്. പാസ്റ്റർ ഷിബു മാത്യുവിന്റെ ഭാര്യയുടെ വല്യപ്പൻ. പാസ്റ്റർക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞ്, ഞങ്ങളുടെ സഭയപ്പെട്ട ഒരു സഹോദരന്റെ ഭാര്യയുടെ വല്യപ്പനാണ്. 100-ാമത്തെ വയസ്സാണ്. അദ്ദേഹം ദൈവപെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. എനിക്ക് അവിടെ പോകേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അവിടെയും പോകണമെന്ന് വിചാരിക്കാം. പറഞ്ഞത് 100 വയസ്സ് ജീവിച്ചാലും 100 വയസ്സ് കൂടുതൽ ജീവിച്ചാലും ഒരു ദിവസം ആമേൻ പ്രായവ്യത്യാസമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് നാം എല്ലാവരും കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ജ്ഞാനത്തോടെ ജീവിക്കണം, ബുദ്ധിയോടെ ജീവിക്കണം. മരണാനന്തരം എവിടെയെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി ജീവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശ ഉള്ളവർ മൗനമായിരിക്കാതെ എന്നോട് ഞാൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാണ്. എത്രയും വേഗം യേശു കർത്താവ് വരും. പ്രത്യാശയില്ലാത്ത ചിലർ ഹല്ലേലൂയ കൂട്ടത്തിൽ പറഞ്ഞെങ്കിലും അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളത് ഉറപ്പുവരുത്തണം. മരണാനന്തരം നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കും ഉറപ്പുവരുത്തണം. ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശ പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ഇടയാക്കണം. മനുഷ്യ ജീവിതം മരണം കൊണ്ട് തീരുന്നില്ല. മനുഷ്യനെ പൊടിയിലേക്ക് ചേർക്കുവാൻ അനുവദിക്കുന്ന ദൈവം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യും. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഇന്ന് ആമേൻ ഇതുവരെയും ആ ശബ്ദം കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പിതാവിന്റെ
അതേ ഭൗതിക ശരീരം അല്പ സമയത്തിന് ശേഷം നാം കല്ലറയിൽ അടക്കം ചെയ്യും. ആമേൻ. കർത്താവിന്റെ ആ ദിനത്തിനു വേണ്ടി നാം പ്രത്യാശയോടെ നോക്കി പാർക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ പ്രിയ പിതാവും ആമേൻ ഈ അസംബ്ലേഴ്സ് ബോർഡിന്റെ നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിശ്വാസത്തിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർക്കുന്ന ആ പൊൻപുലരിയിൽ അവരോട് ചേർന്ന് രൂപാന്തരം പ്രാപിക്കുവാൻ പ്രത്യാശയോടെ ജീവിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ 3 വർഷക്കാലം ആമേൻ പ്രിയ യോനാച്ചൻ ശുശ്രൂഷിപ്പാനിടയായി. ആമേൻ ഓർമ്മകൾ വളരെ ഉണ്ട്. ഞങ്ങൾ ഏറ്റവും അടുത്ത് സഹകരിക്കുവാൻ ഞാൻ സഭാ ശുശ്രൂഷയിൽ നിന്ന് അത് ഇപ്പോൾ എടുക്കാതെ സ്ഥിരമായി അവിടെ തന്നെ സംബന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സന്ദർഭങ്ങളിലും അധികം ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ. തന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതായ, ഞങ്ങൾക്ക് അന്യോന്യം ലഭിച്ചിട്ടുള്ളതായ എല്ലാ അനുഭവങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ബേബിച്ചിനെ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. പെമ്മക്കളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സ്ഥലത്തും വിദേശത്തുമായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും അവരുടെ ഹൃദയ ദുഃഖം ഒപ്പിയെടുക്കുകയും ചെയ്യട്ടെ. ആമേൻ. എൻ്റെ സഹോദരന്മാർ 2 പേരിൽ ഒരാളാണ് മുമ്പേ ഇവിടെ വന്നത്. അടുത്തൊരാളും അവിടെ ഉണ്ട്. ഞങ്ങളുടെ അദ്ദേഹത്തിന് സമയം കൊടുക്കുമെന്ന് പറയുന്നു. ഞങ്ങളെ രക്തബന്ധത്തിലുള്ള സഹോദരന്മാരാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാർ, സഹോദരിമാർ അതെ പലരും വന്നിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് സഭയെ പ്രതികരിച്ച് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് എങ്കിലും ആമേൻ ഞങ്ങളുടെ ചാച്ചിപ്പുന്ന സഭയോടുള്ള ബന്ധത്തിൽ താനും കുടുംബവും അവിടെ ആയിരുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായ എല്ലാ ദൈവിക ശുശ്രൂഷകളും ആമേൻ നിമിത്തവും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ പ്രത്യാശയും ആമേൻ പങ്കുവെക്കുന്നു. ഇവരുടെ ദുഃഖത്തിൽ ഞാനും ഞങ്ങൾ കുടുംബാംഗങ്ങളും സഭയും അഗാധമായി അതേ ഖേദം, അതേ ദുഃഖം പ്രകടിപ്പിക്കുകയും പ്രത്യാശ പങ്കുവെക്കുകയുണ്ട്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പാസ്റ്റർക്ക് നന്ദി. ഇതേ തുടർന്ന് തന്നെ പ്രിയ CD ഏബ്രഹാം അച്ചായനും അതിനുശേഷം പ്രിയ തമ്പിച്ചായനും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തികച്ചും മാനുഷിക നിലയിൽ പ്രയാസത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്വർഗത്തിലെ കൃപാലുവായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. മാനുഷ്യ വാക്കുകൾക്ക് ഒരിക്കലും അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രിയ ഈ യോനാച്ചൻ പാസ്റ്ററോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളും ഇവിടെ കടന്നു വന്നത്. എൻ്റെ സഹോദരന്മാർ 2 പേരും ഇതിനു മുമ്പ് സമയമെടുത്തല്ലോ. സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ 3 വർഷം ഞങ്ങളുടെ സഭയിലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. സഭയ്ക്ക് അതൊരു വിടുതലായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിത്യതയുടെ തുറമുഖത്ത് എന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. വിശിഷ്ട ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദുബൈ പെനിയേൽ AG സഭയുടെയും എല്ലാവിധമാകുന്ന ആശ്വാസങ്ങളും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പലരും പ്രസ്താവിച്ച പോലെ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ യോഹന്നാൻ്റെ ശുശ്രൂഷയിൽ ചാച്ചിപ്പിന് സഭയിലെ 3 വർഷം അവിടെ ആയിരുന്നു. അദ്ദേഹത്തെ അവിടുന്ന് യാത്ര അയക്കുന്ന കൂട്ടത്തിൽ എനിക്കും ഇവിടെ കടന്നു വരുവാനും പ്രിയ പിതാവിനെ കാണുവാനും ഒക്കെ ഇടയായി. എല്ലാ മുഖാന്തരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം മാത്രമേ സത്യമായിട്ടുള്ളൂ. ദൈവവചനത്തിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് പുല്ല്, പൂവ്, അതേ പൊടി, ചാഞ്ഞു പോകുന്ന നിഴല്, ഇങ്ങനെ ഒക്കെ പ്രസ്താവിച്ചിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രമേ ഉള്ളൂ. എങ്കിൽ കൃപയുടെ മാർഗത്തിൽ വന്ന് ആ കൃപയിൽ ജീവിച്ച് നല്ല ഒരു അന്ത്യം പ്രാപിക്കുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗരാജ്യം, ദൈവരാജ്യം അതേ അവർക്കുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൃപയിൽ വളർത്തി പ്രത്യേകിച്ച് അനുഗ്രഹീതമായ നല്ല ശുശ്രൂഷ പാസ്റ്റർ യോഹന്നാന് നൽകി
ദൈവഹിതപ്രകാരം ദൈവാലോചന പ്രകാരം ചാച്ചപ്പന സഭയിൽ 3 വർഷം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന് ദൈവം അവസരം ഒരുക്കി. ആ ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് പകൽ ഇവിടെ കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. തുടർന്ന് പാസ്റ്റർ VC സാമുവൽ, ദയവായി നമ്മുടെ സമയം നമ്മളെല്ലാവരും കുറച്ചും കൂടെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കർത്താവിൻ്റെ പുനനാമത്തിന് മഹത്വം. വളരെ സന്തോഷമുണ്ട് ഈ സമയം. കാരണം റോമാലേഖനം 8-ാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശ്വരമുള്ളവർക്ക് ഒരു ശിക്ഷാപതിയുമില്ല. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശ്വരൻ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്നെന്ന പോലെ ഓർക്കുന്നു, 1967 ഞാനും പാസ്റ്റർ KJ ജോസും കൂടെ ഈ പ്രിയപിതാവ് പാർക്കുന്ന ആ ഭവനത്തിൽ എത്തുവാനിടയായി. രക്ഷാനിർണയം പ്രാപിച്ച നാൾ മുതൽ പാസ്റ്റർ KJ ജോസും ബിയോ ചെറിയാനുമായിട്ടുള്ള ബന്ധമായിരുന്നുകൊണ്ട് കുണ്ടറയും മുഖത്തിലെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 1967 ജോസും ഞാനോടെ ചെന്നപ്പോൾ ഈ പിതൃത്വത്തിൻ്റെ സൗമ്യമായ ഇടപെടലും പ്രത്യേകം ഇന്നെന്ന പോലെ ഓർക്കുന്നു. കൊണ്ടുത്തന്ന കരിപ്പട്ടിക്കാപ്പിയും റസ്കും ഇന്നും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏറിയ നാളുകളാൽ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മുറപ്പിടിച്ചും കർത്താവിന് വേണ്ടി നിലനിന്നും ജീവിപ്പാനുള്ള തൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിന് മുമ്പിൽ അടിയുറച്ചു നിൽക്കുവാൻ ഒന്നാമത് ദൈവം സഹായിച്ചു. 2, അത് നിലനിൽക്കുവാൻ തയ്യാറായി ഈ വാർദ്ധക്യം വരെ ദൈവമായ കർത്താവ് നിലനിർത്തി. 3-ാമത്തെ കാര്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു പിതൃത്വത്തോടുള്ളതായ ബന്ധത്തിൽ തൻ്റെ തലമുറകൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവ ശുശ്രൂഷയിൽ ഇടപെടുന്നത് കാണുന്നതും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഒരു പിതാവിനുള്ളതായ ബന്ധത്തിൽ. ഈ വാത്സല്യ പിതാവിനുള്ളതായ ബന്ധത്തിൽ കഴിഞ്ഞ നാൾ കർത്താവിനെ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിച്ചതിൻ്റെ പിന്നിൽ ഉള്ള ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കുവാനുള്ളതായ ഒരു മനോഭാവം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ തലമുറകൾ ഓരോന്നും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനിടയായത്. 1. 2, മാനുഷ്യമായി പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ആരുടെയും ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ മാനുഷ്യമായ അവസ്ഥയിലാകുവാൻ യോഗ്യതയില്ലെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ വേലയെ സ്നേഹിച്ചും നിന്നതിൻ്റെ ഫലം തന്നെയും തൻ്റെ തലമുറകളെയും പിൻതലമുറകളെയും ദൈവം ആദരിക്കുകയും തലമുറകളും ദൈവത്തിൻ്റെ വേലയിലും ആയിരിക്കാനുള്ള അവകാശം കർത്താവ് നൽകി. അത് ഞങ്ങൾ തങ്ങളിൽ പലപ്പോഴും കാണുമ്പോൾ ഇടപെടും. പിന്നീട് ഞങ്ങൾ ശാരീരികമായി അല്പം ബന്ധത്തിലേർപ്പെടേണ്ടി വന്നു. അങ്ങനെ കണ്ടുമുട്ടിയ നാൾ മുതൽ തൻ്റെ സൗമ്യതയോടുള്ള വാക്കുകളും പലപ്പോഴും എന്നെ സന്തോഷിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, തൻ്റെ ജീവിതത്തിൽ പ്രാപിച്ച രക്ഷാനിർണയത്തെക്കുറിച്ച് താൻ ബോധവാനായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ധൈര്യം പ്രാപിക്കുന്നുള്ളത്. ആ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. വിശ്വസ്തർക്കുള്ളതായ ഒരു ജീവിത രീതി കർത്താവ് നൽകി. വിശ്വസ്തരുടെ തലമുറയെ മാനിച്ച ദൈവം പ്രിയപ്പെട്ട തലമുറയെ മാനിച്ചു. തലമുറകളും ദൈവത്തിന് പക്ഷത്ത് നിൽക്കുന്നത് കാണുവാൻ ഇടയായി. എന്നാൽ അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് താൻ ഏതൊന്നിനായി കാത്തിരുന്നുവോ ആ ഭവനത്തിലേക്കുള്ള കടന്നുപോക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നാൾ കണ്ടെത്തിയാൽ തലമുറകളോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുടെ ബന്ധത്തിലും പിതാവിൻ്റെ വേർപാട് വേദനയും പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനപ്പുറത്തായി നിത്യം നിലനിൽക്കുന്ന ഒരു ഭവനമുണ്ട്. അമ്മ നമുക്ക് ഒരുമിച്ച് അമ്മയെ കാണാം, ഒരുമിച്ച് സന്തോഷിക്കാം. ആ നാൾ എത്രയും വേഗം ആഗതമാകും എന്ന ഏറിയ പ്രത്യാശയോടുകൂടെ തലമുറകളും പിൻതലമുറകളും ദൈവത്തിൽ നിന്ന് ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുണ്ട്. ചില കണ്ടോണൻസ് കൂടെ അറിയിക്കുന്നു. വാറൂത്ത് വിജയ് മാത്തുക്കുട്ടിച്ചാൻ ന്യൂയോർക്കിൽ നിന്നും ഈ സഭയുടെ അംഗം കൂടെയാണ്. അദ്ദേഹം
ഈ കുണ്ടറ സെക്ഷൻ്റെ കോർഡിനേറ്ററായി കൂടെ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടോളൻസ് അറിയിക്കുന്നു. അതുപോലെ പാസ്റ്റർ ജേക്കബ് ജോർജ് ഡാളസ് ഹാർവസ്റ്റ് ചർച്ചിൻ്റെയും കണ്ടോളൻസ് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന മടത്തറ വിളയിൽ പ്രിയ ജോണച്ചായന്, ബാവുച്ചായൻ, തങ്കച്ചൻ പാസ്റ്റർ, ജോസ് പാസ്റ്റർ, അതുപോലെ പ്രിയ ഗീവർഗീസ് കൊച്ചുമൻ അച്ചായൻ, ഇവർ കൂടുന്ന ആ സഭയുടെയും കണ്ടോളൻസ് അറിയിക്കുകയും കൂടെ ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ മധ്യമേഖലയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എ ബനാൻസിയോസ് അവർകൾ നമ്മോട് കൂടെ ആദ്യന്തം സംബന്ധിപ്പാനായിട്ട് കഴിയുന്നില്ല. കർത്താവിൻ്റെ ദാസൻ ഉടനെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ആമേൻ എടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ മഹത്വം. ഈ യോഹന്നാൻ പാസ്റ്റർ ചവറയിലിരിക്കുന്ന സമയത്താണ്, ആ കാലയളവാണ് എനിക്ക് പിതാവിനെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ അവസരം ലഭിച്ചത്. അദ്ദേഹവുമായിട്ട് പരിമിതമായ സഹകരണമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കൾ, കുടുംബാംഗങ്ങൾ പലരുമായിട്ടും വളരെ അടുത്ത ഒരു ശുശ്രൂഷപരമായ ബന്ധം പുലർത്താൻ എനിക്ക് അവസരം ദൈവം തന്നിട്ടുണ്ട്. യോഹന്നാൻ പാസ്റ്റർ ചവറയിലിരുന്നതുകൊണ്ട് എൻ്റെ മാതൃസഭയിലെ പാസ്റ്റർ എന്ന നിലയിലും തുടർന്ന് പലയിടങ്ങളിലും ഒരുമിച്ച് കർത്തൃ ശുശ്രൂഷയിൽ ഒരു സെക്ഷനിലും ആയിരിക്കുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ പാസ്റ്റർ ജോർജ് വർഗീസ് ഞാനുമായിട്ട് ദീർഘവർഷങ്ങൾ ഒരുമിച്ച് സെക്ഷൻ കമ്മിറ്റിയിൽ ഒക്കെ വർക്ക് ചെയ്യുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഷൈജു തങ്കച്ചൻ ഈ കുടുംബത്തിലെ കൊച്ചു മകൾ കുടുംബമാണല്ലോ. ഇങ്ങനെ ഈ കുടുംബാംഗങ്ങൾ മിക്കവരും പലരുമായും ഒരുമിച്ച് ശുശ്രൂഷാപരമായ അടുത്ത സഹകരണം പുലർത്തുവാൻ എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു മധ്യകേരളത്തിലെ ചുമതലക്കാരൻ എന്നതിലുപരി ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന, നേരിട്ട് ഈ പറയപ്പെട്ട പ്രിയപ്പെട്ടവരോടാണ് ബന്ധമെങ്കിലും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മധ്യകേരളത്തിലുള്ള എല്ലാ സഭകൾക്കും ദൈവദാസന്മാർക്ക് വേണ്ടിയും ഞാൻ അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അപ്പച്ചന് വളരെ താല്പര്യമുള്ള 2 പാട്ടുകൾ നമ്മൾ മുൻപ് പാടിക്കഴിഞ്ഞു. ഇപ്പോൾ ഗായക സംഘം രാജാതിരാജൻ മഹിമയോടെ എന്ന ആ പാട്ടിൻ്റെ ചില വരികൾ കൂടെ ഇപ്പോൾ ഗായക സംഘം പാടുന്നതായിരിക്കും. ക്ലേശം തീർന്നു നിത്യം വസിപ്പാ വാസമൊരുക്ക പോയ പ്രിയൻ താ വാസമൊരുക്ക പോയ പ്രിയൻ താ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദൂഷികളല്ല തീരാൻ കാലമാ ദൂഷികളല്ല തീരാൻ കാലമാ പ്രാണപ്രിയന്റെ പൊന്നു മോഹത്തെ തേജസ്സോടെ കാൺമാൻ കാലമാ തേജസ്സോടെ കാൺമാൻ
കാന്തനുമായി വാസം ചെയ്യുവാ കാലം സമീപം ആയി പ്രിയരേ, കാലം സമീപം ആയി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമാ, മണിയറയിൽ വാഴാൻ കാലമാ. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറാ, മറുരൂപമായി പറന്നിടാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. ഇവിടെ ലൈവായിട്ടുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൈ റീൽ നെറ്റ്വർക്കാണ്. അതിൽ കൂടെ കണ്ടോളൻസ് അറിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ജിജോ ആൻഡ് സ്നേഹ ഡാളസ്, ബിജു ഡാനിയൽ ആൻഡ് ഫാമിലി ഡാളസ്, പാസ്റ്റർ ജേക്കബ് ജോർജ് ആൻഡ് ഫാമിലി, ടൈറ്റസ് തരകൻ ആൻഡ് പാസ്റ്റർ അന്ന, റോയി തോമസ് ആൻഡ് ഫാമിലി, സിജു ജോർജ് ആൻഡ് ഫാമിലി ഡാളസ്, ഇവരും കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് പാസ്റ്റർ സജി പി. ദൈവത്തിന് മഹത്വം. മരണമെന്നുള്ള യാഥാർത്ഥ്യം സകല മനുഷ്യർക്കും ജീവനുള്ള സകലത്തിനും ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നിശ്ചയമാണ്. പക്ഷേ എവിടെ വെച്ച് എങ്ങനെ ഏത് പ്രായത്തിലെന്ന് ആർക്കും നിശ്ചയമില്ല എന്ന് മാത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80, 88 വർഷം, 8 വർഷം കൂടെ ഒരു ഗ്രേസ് പീരീഡ് ഈ പ്രിയ പിതാവിന് നൽകി. ഈ പിതാവിൻ്റെ ഓർമ്മകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ തലമുറകൾ ശക്തമായി നിൽക്കുവാൻ, കൊച്ചുമക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കാണുവാനും ഈ പിതാവിന് ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും നൽകി. ദൈവകൃപയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുന്ന തലമുറകളെ അവരുടെ പ്രവർത്തനങ്ങളെയും കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവ് ഈ പിതാവിന് അവസരം നൽകി. കൊല്ലം സെക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചില വർഷങ്ങൾ നേതൃത്വം നൽകുവാൻ പ്രസ്ബിറ്ററായി ഈ പ്രിയ പിതാവിൻ്റെ മകൻ ബഹുമാനപ്പെട്ട ഈ യോഹന്നാൻ പാസ്റ്റർ അവരുകളെയും ദൈവം അവിടെ ഉപയോഗിക്കാനിടയായി. അതുപോലെ മകൾ ഗ്രേസ് മാമയും ജോർജ് വർഗീസ് പാസ്റ്ററും അവർ കുടുംബമായി എൻ്റെ മാതൃസഭയായിരിക്കുന്ന വാളകം സഭയിലും ചില വർഷങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം ഇടയാക്കി. അവരോടുള്ള ബന്ധത്തിലും ഈ ഫ്യൂണറൽ സർവീസിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്ക് ഇടയായിത്തീർന്നു. ഈ അവസ്ഥയിലൂടെ, സാഹചര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ മരണം വഴിയായി ഇന്ന് ജീവനോടിരിക്കുന്ന നാം എല്ലാം കടന്നു പോകേണ്ട ഒരു ദിവസമുണ്ട്. എന്നാൽ മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്താഗതികൾ, വിശ്വാസങ്ങൾ എല്ലാ മതങ്ങൾക്കുമുണ്ട്. എങ്കിലും
മരണത്തിലൂടെ കടന്നുപോയി അതിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിതത്തിൻ്റെ അവസാനം വരെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിലനിന്ന ഈ പിതാവിനെ നിത്യതയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും പ്രത്യാശയോടുകൂടിയുള്ള എൻ്റെ ദുഃഖം കടവൂർ, ഞാൻ ശുശ്രൂഷിക്കുന്ന കടവൂർ സഭയുടെ AG സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള ദുഃഖം അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. പാസ്റ്റർ സാംകുട്ടി എബ്രഹാം അസംബ്ലീസ് ഓഫ് ഗോഡ് കൊട്ടാര സെക്ഷൻ്റെ കമ്മിറ്റിയിൽ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവ്. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനോടും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിന് ഉപചാരം അർപ്പിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. മരണം ഏത് പ്രായത്തിൽ സംഭവിച്ചാലും ദുഃഖകരമാണ്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ നമ്മെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ദുഃഖം ഏറും എങ്കിലും അവരെ എത്തപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്നോർക്കുമ്പോൾ, നമ്മുടെ പ്രിയ പിതാവ് 88 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവിനെ അറിഞ്ഞ് തൻ്റെ മക്കളെ കർത്തൃ ശുശ്രൂഷയിൽ ഒരുക്കി അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. കുഞ്ഞുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം അവസരമൊരുക്കി എന്നത് മാത്രമല്ല, കർത്തൃ ശുശ്രൂഷയിൽ ശക്തരായി 3 പേരെ കുടുംബമായി ഒരുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ പ്രിയ പിതാവിനെ ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരുവനെ കുറിച്ച് വചനം പറയുന്നത്, വിശേഷാൽ പൗലോസ് പറയുകയാണ്, തൻ്റെ ജീവിതത്തെ കൂട്ടി കിഴിച്ച് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതെ, ലാഭകരമായ അത്യുത്തമമായ ഒരു കാര്യമായിട്ടാണ് മരണത്തെ, ഭക്തന്റെ മരണത്തെ ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത്. അവിധമായൊരു അവസ്ഥയിൽ നമ്മുടെ പ്രിയ പിതാവ് എത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, നമുക്ക് പിന്നെയും തൻ്റെ അടുക്കൽ ചെന്ന് തന്നെ കാണാമെന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ആ പ്രത്യാശയാൽ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ. എൻ്റെ വ്യക്തിപരവും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും വാളകം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പേരിലുള്ളതായ എല്ലാ അനുശോചനവും പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. പ്രത്യേകാല് പ്രിയ ജോർജ് വോറീസ് പാസ്റ്റർ, ദേശീയമാമ ചകമ്പനാട് ശുശ്രൂഷയ്ക്ക് മുമ്പ് വാളകം AGയിൽ 3 വർഷം വളരെ സുദീർഘമായ ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ടവരാണ്. അവരോട് അനുബന്ധിച്ചാണ് കടന്നു വരുവാൻ ഇടയായത്. വാളകം സഭയിൽ നിന്ന് പ്രിയ MK ജോർജ് സാറും മറ്റു ചില പ്രിയപ്പെട്ടവരും ചേർന്ന് കടന്നു വന്നു. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊട്ടാരക്കര സെക്ഷനിലെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PK ജോൺസൺ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, മക്കള്, മരുമക്കൾ, കൊച്ചുമക്കൾ, വേണ്ടപ്പെട്ടവർ, ചർച്ചക്കാരെല്ലാവരെയും സർവകൃപാലുവായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയ പിതാവ് താൻ പ്രിയം വെച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസത്തിൽ ചേർക്കപ്പെടുവാനിടയായി. മാനുഷികമായി നമുക്ക് ദുഃഖവും പ്രയാസവും ഒക്കെ ഉളവാക്കുന്ന വസ്തുതയാണ് എങ്കിലും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് അത്യുത്തമമായ പദവിയാകയാൽ ആ പദവിയിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ ആ നിത്യതാ പ്രവേശനത്തിൽ നമുക്ക് ആത്മീയമായിട്ട് സന്തോഷിപ്പാൻ വകയുണ്ട് എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. വിശേഷാൽ പ്രിയ പിതാവിൻ്റെ മക്കളിൽ പലരും, പ്രിയ യോഹന്നാൻ പാസ്റ്റർ, മരുമകന് ജോർജ് വർഗീസ് പാസ്റ്റർ, മറ്റൊരു കുടുംബം, അവരെല്ലാവരും കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി ശോഭിക്കുന്നതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ കൊട്ടാരക്കര സെക്ഷന് പ്രിയ ജോർജ് വർഗീസ് പാസ്റ്റർ കുടുംബം വളരെ വിലപ്പെട്ടതായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബവും ദൈവദാസനുമാണ്. ഇന്ന് ഞങ്ങളുടെ സെഷനിൽ മാസയോഗം നടക്കേണ്ടതായിരുന്നു എങ്കിലും ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇതിനോടുള്ളതായ ബഹുമാനാർത്ഥം ഞങ്ങൾ ആ പ്രോഗ്രാമെല്ലാം മാറ്റിവെച്ച് സഭയായി, സെക്ഷനായി, ദൈവദാസന്മാരായി പലരും, മിക്ക ആൾക്കാരും ഇവിടെ കടന്നു വന്നതിൽ സംബന്ധിക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷയെ ആശീർവദിക്കട്ടെ. സെക്ഷനോടുള്ള ബന്ധത്തിൽ
ഞങ്ങളുടെ പ്രസ്ബിറ്റർ വിദേശത്തായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖവും അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ളതായ അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പാസ്റ്റർ സജിമോൻ ബേബിയുടെ ദുഃഖവും അനുശോചനങ്ങളും ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊട്ടാരക്കര സെക്ഷൻ്റെ മുഴുവൻ സഭകളുടെയും ദൈവദാസന്മാരുടെയും എല്ലാവരുടെയും ദുഃഖവും അനുശോചനവും പ്രത്യാശയും ഈ തരുണത്തിൽ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ആ പ്രിയ പിതാവ് കാഹളം ധ്വനിക്കുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് പ്രിയ പിതാവിനെ കാണാമെന്നുള്ളതായ ആ പ്രത്യാശയോടെയും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൽ ബഹുമാന്യ എം തോമസ് സാറ് എലിക്കാട്ടൂർ അനുഗ്രഹീതനായ ഒരു വേദ അധ്യാപകൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ പ്രിയ ബേവിച്ചാൻ്റെ അളിയൻ കൂടെയാണ്. പ്രിയ സാർ മുമ്പോട്ട് കടന്നു വന്നായിരിക്കും. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ പകൽക്കാലമായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ കടന്നു വന്ന് എനിക്കും 2 വാക്ക് പറയുവാനായിട്ട് കർത്താവ് അനുവദിച്ചതായി കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഡാളസിലുള്ള എൻ്റെ മൂത്ത മരുമകൻ്റെ സഹോദരിയാണ് ലാലിമോള്. ലാലിമോടെ ഹസ്ബൻഡാണല്ലോ ബേവിച്ചൻ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവാണല്ലോ ഈ കിടക്കുന്നത്. മരണത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖം ഉണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അനുശോചനം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. കണ്ടോളൻസ് എന്ന് പറയുന്നത്, കണ്ടോളൻസ് എന്ന് പറയുന്നത് വാക്കിൻ്റെ അർത്ഥം ഞാൻ ഡിക്ഷണറി എടുത്ത് നോക്കി. അപ്പോൾ അത് മരിച്ചതായ കുടുംബത്തിൽ ചെന്ന് സിമ്പതി കാണിക്കുക എന്നാണ്. ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ ഇന്നയാൾ മരിച്ചു പോയല്ലോ എന്നുള്ളതായ ദുഃഖം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ട അപ്പച്ചനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. കാരണം കഴിഞ്ഞ 88 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് ഭൗതികമായും ആത്മീയമായും സന്തോഷിക്കാവുന്ന രീതിയിലെല്ലാം സന്തോഷിച്ച് പ്രത്യാശ വെച്ചതായ കർത്താവിങ്കൽ അവസാനം വിളിച്ചതനുസരിച്ച് പോയിരിക്കുന്ന അപ്പച്ചനാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരു കണ്ടോളൻസ് അല്ല, അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ പകൽക്കാലം നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ദൈവം നമുക്ക് തുടിക്കുന്നതായ പ്രത്യാശ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അപ്പച്ചൻ കുടുംബത്തിൽ നിന്ന് 3 പേരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാനിടയായതും വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എല്ലായിടത്തും സംഭവിക്കാറില്ല, ചിലയിടത്തു മാത്രം സംഭവിക്കുന്നതായ സംഭവമാണ്. അപ്രകാരം പ്രത്യാശയോടുകൂടെ കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ യാത്രയെപ്പറ്റിയുള്ള ബന്ധത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാനുള്ളതായ സമയമാണ്. സമയം മാത്രം നമ്മൾ അറിയുന്നില്ല, നാം ഏത് സമയവും കടന്നു പോകുവാൻ തക്കവണ്ണം റെഡിയായിരിക്കേണ്ടവരാണ്. സ്തോത്രം. ഈ പകൽക്കാലം ഭൗതികമായി വേർപെട്ട് പോയി എന്ന് ഉള്ള വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടതായ കുടുംബത്തിലുള്ള എല്ലാവരോടും ചേർന്ന് ഞാനും ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ PM സാമുവേൽ. പാസ്റ്റർ ഷോജി ഘോഷി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നദ്ധിയിൽ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർദ്രമായിരിക്കുന്ന പ്രിയ കുടുംബവും
ദൈവസഭയോടും ചേർന്ന് എനിക്കും ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 22 വർഷം കൊണ്ട് എനിക്ക് പ്രിയ പിതാവിനെ അറിയാം. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 22 വർഷത്തോളമാകുന്നു. പ്രിയ പിതാവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ഗുണം, വളരെ സൗമ്യനായ ഒരു പിതാവായിരുന്നു പ്രിയ അപ്പച്ചൻ. ഒരു വ്യക്തിയോട് പോലും കൈപ്പേറിയ വാക്കുകളോ ദ്രാഷ്ട്യത്തിൻ്റെ വാക്കുകളോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വളരെ സന്തോഷത്തോടെ, പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ പറയുന്ന ഒരു നല്ല പിതാവിനെയാണ് യഥാർത്ഥത്തിൽ ദൈവ സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. അതിനേക്കാളെല്ലാം അപ്പുറം തനിക്ക് സാക്ഷ്യത്തിനായി ലഭിക്കുന്ന സമയം, പ്രിയ സന്തോഷ് പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പ്രത്യാശയെക്കുറിച്ചും താൻ പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ പ്രത്യാശയ്ക്ക് താൻ ഉടമയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രിയ ഭവനത്തിൽ എനിക്ക് ചില വാക്കുകൾ പറയുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഞാനതൊന്നും വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. പ്രിയ പിതാവിൻ്റെ ഓർമ്മകൾ വളരെ വിലയേറിയതാണ്. പ്രത്യേകിച്ച് പ്രിയ യോഹന്നാൻ പാസ്റ്റർ താൻ കുണ്ട്ര സെക്ഷനിൽ പ്രസ്പെക്ടറായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്പെക്ടറായി, ദൈവസഭകൾക്ക് പ്രയോജനമുള്ള ഒരു പ്രസ്പെക്ടറായി തീരുവാൻ തക്കവണ്ണം തന്നെയും കർത്താവ് സഹായിച്ചു. പ്രിയ അപ്പച്ചൻ്റെ വേർപാടിലുള്ള ദുഃഖം പ്രത്യേകാൽ എൻ്റെ പേരിലും എൻ്റെ സഭയുടെ പേരിലും ഞാൻ അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ചിന്ത എന്നുള്ളത്, യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ അനുഭവങ്ങളിൽ താൻ വിളിച്ചു പറഞ്ഞത് വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമായിരുന്നു. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടതായ നന്മകളെ പ്രാപിക്കുക എന്നുള്ള ശേഷം ദൈവിക ചിന്തകളെ കുറിച്ചല്ല ക്രിസ്തു പഠിപ്പിച്ചിരുന്നത്. വരാൻ പോകുന്ന ഒരു ലോകം, ദൈവരാജ്യം, അതിനായി നാം ഒരുക്കപ്പെടുക എന്നുള്ളതാണ് കർത്താവിന് നമ്മോട് പറയുവാനുണ്ടായിരുന്നത്. ഒരിക്കൽ പത്രോസ് യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ അങ്ങിലാണ് ഉള്ളത്. യേശു കർത്താവ് മറ്റൊരിക്കൽ ഇങ്ങനെ പറയുവാനിടയായി, എന്നെക്കുറിച്ച് ലജ്ജിക്കുന്നവനെ ഞാനും പിതാവാം ദൈവത്തിന്റെ മുന്നിൽ വരുമ്പോൾ, ദൈവരാജ്യത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് ഞാനും ലജ്ജിപ്പാൻ ഇടയായി തീരും. അങ്ങനെ ഒട്ടനവധി ദൈവരാജ്യത്തിനെക്കുറിച്ചുള്ള, ദൈവരാജ്യത്തിന് ജനത്തെ ഒരുക്കുക എന്നുള്ള ഒരു വലിയ ശുശ്രൂഷ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ വിളിച്ചത് ശേഷം മനുഷ്യരെ പോലെ ഈ ഭൗമികമായ വിഷയങ്ങളിൽ മാത്രം നാം നിൽക്കുന്നവരായി തീരുവാനല്ല, ഒരു ശ്രേഷ്ഠകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യത, സമൃദ്ധിയായ ജീവൻ, ആ നിത്യജീവന് നാം അവകാശിയാവുക എന്നുള്ള ആ നല്ല അനുഭവങ്ങളെ കാണിക്കുന്നതാണ് മരണം എന്നുള്ളത്. പ്രിയ പിതാവിന് അതിൽ പ്രത്യാശ ഉണ്ടായിരുന്നു എന്നതുപോലെ തന്നെ ഈ അനുഭവത്തിൽ എനിക്കും പറയാനുള്ളത്, നമുക്കും ആ ക്രിസ്തീയ പ്രത്യാശയിൽ ആഴമേറിയ അനുഭവങ്ങളിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ബിന്ദു കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ GP തരകൻ അവറുകൾ ചില വാക്കുകൾ നമ്മെ ഓർപ്പിക്കും. പ്രിയ യോഹന്നാൻ പാസ്റ്ററുടെ മൂത്ത മകൻ വിൽസൺ വിവാഹം കഴിച്ചിരിക്കുന്ന പ്രിയ സൗരി ഷൈനിയുടെ പപ്പയാണ് കർത്താവിൻ്റെ ദാസൻ. ചില വാക്കുകൾ നമ്മെ ഓർപ്പിക്കും. ദൈവനാമം മഹിമപ്പെടട്ടെ. യോഗം പ്രസിഡി എന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങൾ, ദുഃഖത്തിലായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രിയ വാത്സല്യ പിതാവിൻ്റെ കൊച്ചുമകൻ വിൽസൺ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ ഇളയ മകൾ ഷൈനിമോളയാണ്. ദൈവകൃപയാൽ ഏതാണ്ട് 3 വർഷക്കാലമാകുന്നു ഈ ഭവനവുമായി ബന്ധപ്പെട്ടിട്ട്. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ച് കഴിഞ്ഞ 88 വർഷക്കാലം ഭൂമിയിലായിരിക്കാൻ ദൈവം അനുവാദം കൊടുത്തു.
ആ കാലം അത്രയും ദൈവം തന്നോട് കൂടെയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഏതാണ്ട് 9:15 മണിക്ക് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് വാത്സല്യ പിതാവ് ചേർക്കപ്പെടുവാനിടയായി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടെ തനിക്കായിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. 90 സങ്കീർത്തനം വായിച്ചു കേട്ടതുപോലെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ മണ്ണിലേക്ക് ഇഴുകിച്ചേർന്നേ മതിയാകൂ. എന്നാൽ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ ദൈവമക്കൾ അഥവാ പ്രത്യാശയുള്ളവരുടെ കല്ലറ കാലിയായി തീരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവകൃപയാൽ കർത്താവിൻ്റെ ആ കാലിയായ കല്ലറ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ പ്രത്യാശയുള്ള ദൈവമക്കളായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 വർഷക്കാലം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാത്സല്യ പിതാവ് വളരെ ശാന്തനും സൗമ്യനും വളരെ പ്രത്യാശയുടെ ഉടമയുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തന്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശത്തായിരുന്ന കുഞ്ഞുങ്ങളുടെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പിടവൂർ സഭയുടെ എല്ലാവിധ വേദനകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ ദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ ജീവിക്കുന്നൊരു അപ്പച്ചനുണ്ട്. നമ്മോടൊക്കെയും എല്ലാവരോടും സ്നേഹമായി വർദ്ധിക്കുന്നൊരു അപ്പച്ചനാണ് മടത്തറവിളയിലെ പ്രിയ കൊച്ചുമ്മൻ അപ്പച്ചൻ. ചില വാക്കുകൾ മുൻപോട്ട് വന്ന് പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രദേശത്ത് ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടായ കാലം മുതൽ ഞങ്ങൾ വളരെ പരിചയവും അടുപ്പവും ബന്ധവും എല്ലാം ഉള്ള വ്യക്തികളാണ്. ദൈവത്തിന് മഹത്വം. അദ്ദേഹം ആത്മീയ ഗോളത്തിൽ വന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ആത്മീയമാകുന്ന ഗോളത്തിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അദ്ദേഹത്തിന് 88 വയസ്സുണ്ട്. എനിക്ക് 88 വയസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ ഇതുവരെ ആയിരിക്കാനും അവൻ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കാനും ദൈവം എന്നെയും വിളിച്ചു വേർതിരിച്ചു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ താണും വീണും പോകാതെ ദൈവം തന്നെ മക്കളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. താൻ തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാനിടയായതുപോലെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അപ്പച്ചനെയും എനിക്കറിയാം. ഞങ്ങളും ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നാം നിലകൊള്ളുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീനെന്ന് പറയുമ്പോൾ, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീനെന്ന് പറയുമ്പോൾ, അതിൻ്റെ അവകാശികളായി നിലനിൽപ്പാൻ, ആ പ്രാഗൽഭ്യം പ്രാപിച്ചുകൊണ്ട് നിലനിൽപ്പാൻ ദൈവം തന്നെ മക്കൾ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരാര്, ഇവരെവിടുന്ന് വരുന്നു, എവിടുത്തുകാർ എന്ന് ഇവരെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊരു കാര്യമേ പറയാനുള്ളൂ. യജമാനൻ അറിയുന്നല്ലോ, അവർ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ അങ്കി കഴുകി നന്നായി വെളുപ്പിച്ചവര്, അവർ മഹാകഷ്ടത്തിൽ കൂടെ വന്നവര്, നിന്നെയും പഴിയും ദുഷി സഹിച്ചവര് എന്നുള്ള ആ മഹത്വപരമായ സാക്ഷ്യം തന്റെ മക്കൾക്കുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മക്കളും ആ ഒരു സാക്ഷ്യമുള്ളവരായി നിലനിൽപ്പാൻ, അന്ത്യത്തോളം നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിച്ചു. തുടർന്ന്
ബിജിലി അച്ഛൻ ഇവിടെ അടുത്ത് കുരിപ്പള്ളിയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ അച്ഛനാണ്. മുൻപോട്ട് വന്ന് ചില വാക്കുകൾ പറയും. അതിനുശേഷം പ്രിയ ജോർജ് കുട്ടി അച്ഛനും ഇവാഞ്ചലിക്കൽ ചർച്ചിനെ പ്രതിനിധീകരിച്ച. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ദേശത്ത് വന്നിട്ട് ഏതാണ്ട് 6 മാസത്തോളം കഴിഞ്ഞു. ഞാനിവിടെ വന്ന് എല്ലാ ഭവനങ്ങളും വിസിറ്റ് ചെയ്തുകൂടെ. അന്ന് ബഹുമാനം ഇവിടെ പാസ്റ്റർ ഇവിടെ ഇല്ല. ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയും അപ്പച്ചനുമുണ്ട്. എന്നോട് ഒത്തിരി നേരം സംസാരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുകയും അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ എന്നോട് നടത്തുകയൊക്കെ ചെയ്തു. അപ്പോഴും താൻ ശാരീരികമായി ക്ഷീണിതനായിരുന്നു. പിന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ പാസ്റ്ററും വന്നതിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ തൻ്റെ ദാസൻ വളരെയധികം ക്ഷീണത്തിലായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. പെന്തക്കോസ്തുകാരുടെ ഒക്കെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു വലിയ പ്രത്യേകത കാണാൻ അതൊരു സന്തോഷം തന്നെയാണ്. കാരണം ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നാമെല്ലാവരും കർത്താവിൽ പ്രത്യാശയുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരുമ്പോൾ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് നാം ഒരു വ്യക്തിയെ യാത്ര അയക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ്, പ്രത്യാശയോടെയാണ്, മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നില്ല. മരണമെന്ന യാഥാർത്ഥ്യം അത് നാം ഉൾക്കൊള്ളുന്നവരാണ്. അത് റിയാലിറ്റിയാണ്. മരിച്ചുപോയവരാരും മടങ്ങി വരികയില്ല. അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഉയർക്കും. അതാണ് നമ്മുടെ പ്രത്യാശയും അടിസ്ഥാനവും. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ. യായിറോസിന്റെ മകൾ മരിച്ചുപോയിരുന്നു. കർത്താവ് വന്നു, അവളെ വിളിച്ചു, ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ ജീവിച്ചു. നയനിലെ വിധവയുടെ മകൻ മരിച്ചുപോയിരുന്നു. അവനെ അടക്കുവാൻ കൊണ്ടുപോയപ്പോൾ കർത്താവ് മഞ്ചത്തെ തൊട്ടു, മഞ്ചം ചുമക്കെന്ന് പറഞ്ഞു. കർത്താവ് അവരെ ജീവനിലേക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. നാറ്റം വമിച്ച് 4 ദിവസമായി ലാസറിന്റെ കല്ലറക്കൽ ചെന്നു. യേശു ചെന്ന് വിളിച്ചു, ലാസറേ പുറത്തു വരികയെന്ന് പറഞ്ഞു. മരിച്ച് നാറ്റം വമ്മിച്ചവൻ അവൻ പുറത്തു വന്നു. വീട്ടിലായിരുന്നാലും വഴിവെക്കത്തായിരുന്നാലും ശവക്കല്ലറയിലായിരുന്നാലും മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമൊന്നേയുള്ളൂ, യേശു വിളിച്ചാൽ മരിച്ചവർ ജീവിക്കും. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഇന്ന് കർത്താവ് വന്നാൽ ഈ പ്രിയ പിതാവും ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിൽ പ്രത്യാശ വെച്ചവർ, തൻ്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിച്ച സകല വിശുദ്ധന്മാരും, ജാതി ഏത് സഭയുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമുള്ള ഏറിയ പ്രത്യാശകളാണ്. കല്ലറകളെ പിളർന്ന് സകല വിശുദ്ധന്മാരും ഈയൽക്കൂട്ടങ്ങളെ പോലെ പറന്നുയരുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസനും ഉയർക്കുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ നമ്മുടെയും ജീവിതത്തെ മുമ്പോട്ട് നയിക്കാം. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പിന്റെ എല്ലാവിധമായ അനുശോചനവും അറിയിക്കുന്ന കുടുംബത്തെ ദൈവം സകലവിധമായ നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും നൽകി തന്റെ ശുശ്രൂഷക്കായ കുടുംബത്തെ അധികം അഭിവൃദ്ധി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ഉപസംഗ്രഹിക്കുന്നു. ജോർജ് കുട്ടി അച്ഛൻ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടട്ടെ. നമ്മെ വിട്ട് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയരെ, ഞാനും എൻ്റെ ഭവനവും ഈ പിതാവിൻ്റെ ഭവനവും മുഖത്തല പ്രദേശത്തുള്ള 2 അയൽ ഭവനങ്ങളാണ്. ഈ പ്രദേശത്തുള്ള പ്രായമായ അപ്പച്ചന്മാരിൽ ഒരപ്പച്ചനാണ് നമ്മെ വിട്ട് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ പിതാവിനെ എൻ്റെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു പിതാവാണ്. കാരണം ഞാൻ ഈ പ്രദേശത്ത് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഈ പിതാവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം, നിശബ്ദമായ ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ പിതാവ്. വലിയ ഇളക്കപ്പെരുകമൊന്നുമില്ലാതെ സൗമ്യതയോടെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നിശബ്ദനായി ജീവിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി അവസാനം വരെ നിലനിൽക്കുവാൻ ദൈവം പ്രിയ പിതാവിന് അവസരം കൊടുത്തു. നാം എല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ദൗത്യ നിർവഹണമാണ്. ആ നിർവഹണത്തിലൂടെ ദൈവം വിളിക്കുമ്പോൾ
ഈ ലോകത്തുനിന്ന് പോകുവാൻ നാം ഒരുക്കപ്പെട്ടവരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഞാനൊരു സെമിനാറിൽ സംബന്ധിച്ചപ്പോൾ ആ സെമിനാർ നയിച്ചതായിട്ടുള്ള കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞു: ഒരു മനുഷ്യൻ്റെ പൂർണ്ണ ആയുസ് 70 സംവത്സരമാണ്. എങ്കിൽ ഒരാഴ്ചയിലെ 7 ദിവസത്തോട് ആ 70 സംവത്സരത്തെ ഉപമിക്കാവുന്നതാണ്. അതായത് ഒരു വ്യക്തി 10ാമത്തെ വയസ്സിൽ മരിച്ചാൽ ആ വ്യക്തി ഒരു ഞായറാഴ്ചയായിരിക്കും മരിക്കുന്നത്. 70ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ഒരു ശനിയാഴ്ചയായിരിക്കും ആ വ്യക്തി മരിക്കുന്നത്. 60ാമത്തെ വയസ്സിലാണ് ആ വ്യക്തി മരിക്കുന്നതെങ്കിൽ ഒരു വെള്ളിയാഴ്ചയായിരിക്കും ആ വ്യക്തി മരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരാഴ്ച വട്ടക്കാലത്തുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നാം ഓരോരുത്തരും ഈ ലോകത്തെ വിട്ടുപിരിയുവാനുള്ളവരാണ്. ആ ദിവസത്തിനായിട്ട് ഒരുക്കത്തോടെ ജീവിക്കാം. ഈ പ്രിയ പിതാവിൻ്റെ ധന്യകരമായിട്ടുള്ള ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ യോഹന്നാൻ, അതുപോലെ സഹോദരൻ ബേബി, കുടുംബാംഗങ്ങളെല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ പിതാവിൻ്റെ ദുഃഖത്തിൽ ഞാനും എൻ്റെ സഭയും പങ്കുചേരുന്നു, ഞങ്ങളുടെ കുടുംബവും പങ്കുചേരുന്നു. കുരിപ്പള്ളി സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നുകൊണ്ട് ദൈവം നിങ്ങളേവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മൂലമണ്ണിൽ പ്രിയ തങ്കച്ചായൻ പത്തനാപുരം. പ്രൈസ് ദി ലോർഡ്. പ്രിയ പിതാവിൻ്റെ വേർപാടോടനുബന്ധിച്ച് ഞങ്ങൾക്കും എനിക്കും ഇവിടെ കടന്നു വരുവാനിടയായി. എൻ്റെ സ്വദേശം പത്തനാപുരമാണ്. ഞങ്ങൾ ഈ കുടുംബമായിട്ട് അടുക്കുവാനുള്ള കാരണം പ്രിയ കർത്തദാസൻ, പ്രിയ പാസ്റ്റർ യോഹന്നാൻ അവர்கள் പത്തനാപുരത്തെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ കുടുംബത്തോടെ കൂടുതലായിട്ട് അടുത്തു. കൂടാതെ തൻ്റെ മകൻ വിൽസൺ, ഭാര്യ ഷൈനി, അവരെ മെൽബോണിൽ എൻ്റെ മകൻ പാസ്റ്റർ വിൽസെ ശുശ്രൂഷിക്കുന്ന ചർച്ചിലെ പാസ്റ്റർ അവരെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ആ സഭയ്ക്ക് അനുഗ്രഹമായി വളരെ നല്ല നിലയിലും ആയിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവ് അബ്രഹാം ദൈവത്തെ നോക്കി പുറപ്പെട്ടു, എന്നാൽ ലോത്തോ അബ്രഹാമിനെ നോക്കി പുറപ്പെട്ടു. ഒരു മനുഷ്യനെ നോക്കി പുറപ്പെട്ട ലോത്തിന്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ് സംഭവിച്ചത്. എന്നാൽ ദൈവത്തെ നോക്കി പുറപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാനും വിശ്വാസവീരനായി തീരുന്നതിനിടയായി. അതുപോലെ ഈ പ്രിയ പിതാവ് ഈ ദേശത്ത് ദൈവത്തെ നോക്കി പുറപ്പെട്ടു. അതിൻ്റെ ഫലമായി ദേശത്തെ പാർത്ത് വിശ്വസ്തതയാചരിക്കുന്നതിനും തൻ്റെ തലമുറയെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അതുപോലെ ദൈവദാസന്മാരെ വാർത്തെടുക്കുന്നതിന് തനിക്ക് സാധിച്ചു. ആകയാൽ ഈ പിതാവിൻ്റെ മാതൃകയെ തുടർന്നുകൊണ്ട് നമുക്കും പോകാം എന്നുള്ള ആഹ്വാനത്തോടുകൂടിയും എൻ്റെയും കുടുംബത്തിൻ്റെയും, അതുപോലെ ഗൾഫിലും എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നു, മെൽബോണിലായിരിക്കുന്ന അവിടെയുള്ള പ്രിൻസ് വിൽസെ, അതുപോലെ പാസ്റ്റർ വിൽസെ കുടുംബം, അവിടെയുള്ള സഭയുടെയും എല്ലാവിധമായ അനുശോചനവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഗായക സംഘം ഒരു പാട്ടിൻ്റെ ചില വരികൾ ഇപ്പോൾ ആലപിക്കുവാൻ. വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ
ചേർന്നിടും നാമിനെ വിൺഗേഹം പോകിടുമെന്ന് വിൺദേഹമേകിടുമെന്ന് വിൺഗേഹം പോകിടുമെന്ന് വിൺദേഹമേകിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയെന്തിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയെന്തിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കോടാ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കോടാ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനെ. സിറി തങ്കജൻ പാസ്റ്റർ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഈ യോഹന്നാൻ, അതുപോലെ പ്രിയ സഹോദരൻ ബേബി, അദ്ദേഹത്തിൻ്റെ അതേ അപ്പച്ചൻ്റെ മക്കൾ, അങ്ങനെ പല പ്രിയപ്പെട്ട പാസ്റ്റർ ജോർജ് വർഗീസ് തുടങ്ങിയ ഈ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ വർഷങ്ങളായി ഈ പ്രിയ പിതാവിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള സാവകാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ വൈച്ചാക്കോച്ചൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്താണ് ഞാൻ ഈ പിതാവും മാതാവും ആ കുടുംബങ്ങളുമായി ഞങ്ങൾക്ക് വളരെയേറെ ഇടപെടാനും സഹകരിപ്പാനും ഒക്കെ കൃപയാൽ ഇടയായത്. ആ ബന്ധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആമേൻ ഈ പ്രിയ പിതാവിനെക്കുറിച്ച് പാസ്റ്റർ യോഹന്നാനിൽ നിന്ന് വാർത്തകൾ അറിയാനും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി. വന്നു കാണുവാനുള്ള സാവകാശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നൊരു ഖേദമാണ്. എങ്കിലും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവമിടയാക്കി. ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാർ പലരെ ഓർപ്പിച്ചതുപോലെ വളരെ സൗമ്യമായ ജീവിത ശൈലിയുള്ള, ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്ത ജീവിതത്തിൻ്റെ നാളുകളെ ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വൈച്ചാക്കൊച്ചൻ പാസ്റ്റർ ഇരിക്കുന്ന കാലത്ത് അന്നത്തെ പഴയ സഭകളിൽ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ തൻ്റെ ആ ഇരിപ്പും ദൈവസന്നിധിയിലെ ആ പ്രാർത്ഥനയും ആ മനോഭാവവും ഒക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആമേൻ. ഈ കിടപ്പിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലത് ആ ചിന്തകളെല്ലാം ഉണ്ട്. അത്ര സൗമ്യനായി ദീർഘമായ വർഷങ്ങൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച പ്രിയ പിതാവിൻ്റെ നല്ല ഓർമ്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം കാലം ജീവിപ്പാൻ ദൈവമിടയാക്കി 88 വയസ്സുള്ളവനായി നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിപ്പാനിടയായ പിതാവിൻ്റെ നല്ല ഓർമ്മകളുടെ മുമ്പിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ പാസ്റ്റർ യോഹന്നാൻ, പ്രിയ ബേബി, മറ്റ് സഹോദരിമാർ, കുടുംബങ്ങൾ, അവർക്കെല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. വേർപാടിൽ ഞങ്ങളുടെ ദുഃഖം ഈ വാത്സല്യ കുടുംബാംഗങ്ങളെ പങ്കുവെക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും കടക്കാമൻ സഭയുടെയും പ്രത്യേകാലുള്ള ആമയെ ദുഃഖമറിയിക്കുന്നു. ഈ അപ്പച്ചൻ്റെ മകൾ സഹോദരി ആമയെ കുഞ്ഞുമോൾ പാസ്റ്റർ ജോർജ് വർഗീസിൻ്റെ ഭാര്യ ഞങ്ങളുടെ കടക്കാമൻ സഭയുടെ അംഗമാണ്.
ആ കുടുംബത്തോടുള്ള ബന്ധത്തിലും കടക്കാവൻ സഭയുടെ പേരിലുമുള്ള ദുഃഖം പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജേക്കബ് ജോർജ്. കർത്താവിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ അപ്പച്ചൻ്റെ മകൻ ബേബി സാരിയ ലാലി അവരെൻ്റെ ബ്രദറും സിസ്റ്ററുമാണ്. ആ ബന്ധത്തിൽ അനേക പ്രാവശ്യം ഞാൻ ഈ ഭവനത്തിൽ കടന്നു വന്ന പ്രിയ അപ്പച്ചനെയും അമ്മച്ചയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപ്പച്ചനെ സംബന്ധിച്ചോളം ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുന്ന ഒന്ന്, തലമുറകൾ കർത്താവിനെ സേവിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അപ്പച്ചൻ്റെ പ്രാർത്ഥനയും കർത്താവിനുള്ള സ്നേഹവുമാണ് തലമുറകൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പ്രിയ തങ്കച്ചായൻ കുടുംബം, സിസ്റ്റർ ഗ്രേസി കുടുംബം, സിസ്റ്റർ കുഞ്ഞുമോൾ കുടുംബം, അവരൊക്കെ കർത്താവിൻ്റെ വേല ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. രണ്ട്, കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും മരിക്കയില്ല. ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ച് മുഖത്തിലയുടെ ആദ്യകാലങ്ങളിലെ വിശ്വാസ കുടുംബങ്ങളിൽ ഒരാളായിട്ട്, ഒരു കുടുംബമായിട്ട് പ്രിയ പിതാവിനെ ഇവിടെ കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. വളരെ പ്രത്യാശയോടെ ജീവിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. തൻ്റെ ജീവിതാവസാനത്തിൽ അല്പസമയം ശാരീരികമായിട്ട് സുഖമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കേണ്ട സമയം വന്നു. ആ സമയത്തെ പ്രിയ കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് തങ്കച്ചായൻ്റെ കുടുംബത്തിൻ്റെ, മറ്റേ മക്കളുടെ കുടുംബത്തിൻ്റെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷ ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേക പ്രായമുള്ള മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളുടെ ശുശ്രൂഷകൾ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഈ പ്രിയ പിതാവിന് തൻ്റെ ബലഹീന അവസ്ഥയിൽ മക്കളുടെ സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷ ലഭിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ് കർത്താവ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. അത്യുത്തമമായത് ഇമ്പങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രിയ അപ്പച്ചനെ പിതാവ് വിളിച്ചു ചേർത്തിച്ചു. മകനായ കൊച്ചുഞ്ഞുപദേശി തൻ്റെ മരണസമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, ഭൂമി മാറിപ്പോകുന്നു, സ്വർഗം അടുത്തിരിക്കുന്നു, ഞാൻ വലിയൊരു പ്രകാശം കാണുന്നു. ഇതാണ് മരണമെങ്കിൽ എനിക്കത് വേണം. ഇമ്പങ്ങളുടെ പരീക്ഷയിലേക്ക് തുള്ളിച്ചാടി ഈ അപ്പച്ചൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം കടന്നുപോയി. ഇനി നമുക്ക് തീർച്ചയായിട്ടും കാണാം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വപ്നം ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ജീവനളിക്കുന്ന രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രിയ അപ്പച്ചനും അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നു. ദുഃഖത്തിന്റെ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മല്ലശ്ശേരി ഇടത്തറ കുടുംബത്തിലെ ഞങ്ങളുടെ അമ്മച്ചി സഹോദരങ്ങളെല്ലാവരുടെയുമായിട്ടുള്ള എൻ്റെയും കുടുംബത്തിൻ്റെയും, പ്രത്യേകിച്ച് പാസ്റ്റർ ജോസഫ് ദാനിയേൽ, പാസ്റ്റർ ജേക്കബ് ദാനിയേൽ, അവരുടെ കുടുംബങ്ങളുടെയുള്ള എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ MG തോമസ് കുട്ടിച്ചാൻ കരീപ്ര സഭയിൽ നിന്ന് ഉണ്ടോ? തോമസ് കുട്ടിച്ചാൻ ഉണ്ടോ കരീപ്ര സഭയിൽ നിന്ന്? ഇല്ല. ആ സഭയിൽ അപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫിൽഫൂട്ടി, കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ പിതാവിൻ്റെ വേർപാടിലുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിക്കുന്നു. ഈ പ്രിയ പിതാവ് തൻ്റെ ജീവിതകാലത്ത് കർത്താവിന് വേണ്ടി അധികമായി അധ്വാനിക്കുവാനും അതിൻ്റെ ഫലം തലമുറകൾ കാണുവാനും ഒക്കെ ഈ പിതാവിന് ദൈവം കൊടുത്ത ഭാഗ്യ പദവിക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു ഭക്തൻ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയുടെ ഫലം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഈ പിതാവ് തൻ്റെ മക്കൾക്ക് നല്ലവനായിരുന്നു, സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു, ചുറ്റുപാടുകൾക്ക് അനുഗ്രഹമായിരുന്നു, ദേശത്തിന് അനുഗ്രഹമായിരുന്നു. ഒരു നല്ല പിതാവ്
ഇതിന്റെ വേർപാടിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും വിശ്വാസ ഭൂമുഖത്ത് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവജനത്തിന് പ്രത്യാശയുണ്ടോ? തീർച്ചയായും ആ പ്രത്യാശയുടെ തുറമുഖത്ത് ഒരു ദിവസം ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കാണാം എന്നുള്ളൊരു പ്രത്യാശയിലാണ് നമ്മൾ ഈ പിതാവിന് യാത്ര അയക്കുന്നത്. പ്രത്യേകിച്ച് മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വളരെ ശക്തമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ പ്രിയ കർത്താവിന്റെ വിലയേറിയ ദാസനും കുടുംബമായി ഞങ്ങളുടെ കരീപ്രയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശക്തമായ ഒരു ശുശ്രൂഷയാണ് താൻ തികച്ചെടുത്തത്. ആ സമയങ്ങളിൽ ഞാൻ വടക്കേന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. എങ്കിലും നാട്ടിൽ കടന്നു വരുമ്പോഴൊക്കെയും തന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന ആ വലിയ ഭാരത്തോടു കൂടി അധ്വാനിക്കുന്ന ജനത്തിനു വേണ്ടി കരയുന്ന സഭയ്ക്ക് വേണ്ടി ശക്തിയുക്തം പ്രവർത്തിക്കുന്ന ഒരു ദേവദാസന്റെ ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ പിതാവിന്റെ മകനാണെന്നുള്ളതിൽ വലിയൊരു സന്തോഷമുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും അനുശോചനം അറിയിച്ചുകൊണ്ട് താഴ്ത്തിയിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ മാനുവേൽ ഉപദേശി. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ വേദിയിൽ എനിക്ക് എഴുന്നേൽക്കുവാൻ അവസരമുണ്ടായത്. കടന്നു വരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. കാരണം ഇവിടെ എനിക്ക് മുൻപായി സംസാരിച്ച ബ്രദർ ഫിലിപ്പുകുട്ടി അവറുകൾ പറഞ്ഞതുപോലെ കരീപ്ര സഭയിൽ ഞങ്ങളും അവിടുത്തെ അംഗമായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ യോഹന്നാൻ പാസ്റ്ററും കുടുംബവും അവിടെ സേവനമനുഷ്ഠിക്കുകയും മാത്രമല്ല ഭൗമിക നിലയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഈ പിതാവിൻ്റെ മകനായിരിക്കുന്ന അഭിഷക്തൻ ചിലരൊക്കെ യാത്ര ചെയ്ത് സഭയിൽ നിന്ന് പോകുമ്പോൾ പിന്നെ എനിക്കെന്താ കാര്യം എന്ന് വിചാരിച്ചായിരിക്കും പോകുന്നത്. എന്നാൽ അതേസമയം ആ ദൈവദാസൻ അദ്ദേഹം അവിടെ നിന്ന് പോകാൻ നേരത്ത് തലമുറകളായി നീണ്ടു നിൽക്കത്തക്ക നിലവാരത്തിൽ മിഷൻ വീടിൻ്റെ പണികാര്യങ്ങൾക്ക് വേണ്ട ക്രമീകരണം ചെയ്തിട്ടാണ് അദ്ദേഹം കടന്നു പോവുകയും അങ്ങനെ ഒരു നൽപ്പ് ആ സഭയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ചെയ്ത ആ പിതാവ് തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃകയിൽ ചില ഗുണങ്ങളാണ് തലമുറകളിലൂടെ വരുന്ന ഗുണങ്ങൾ. ശമൂവേല് ഏലി പുരോഹിതനെ യജമാനെ എന്ന് വിളിക്കുവാൻ കാരണം അവൻ്റെ അമ്മ ആ ഏലി പുരോഹിതനെ യജമാനെ എന്ന് വിളിച്ചു. അത് തലമുറയിലേക്ക് കൈമാറി. നീതിയായുള്ളത് തലമുറയിലേക്ക് കൈമാറിയാൽ അതെന്നും ദൈവനാമകത്തോട് നിലനിൽക്കുന്നതാകയാൽ അത് പിന്നെയും നിലനിൽക്കട്ടെ. ആ പ്രിയപിതാവ് കടന്നുപോയെങ്കിലും താൻ തൻ്റെ തലമുറകൾക്ക് വേണ്ടി കൈമാറിയിട്ടുള്ള നീതി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം നിലനിൽക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് അപ്രതീക്ഷ വേളയിലെങ്കിലും ഈ സമയം എനിക്ക് തന്ന ഇതിൻ്റെ ചുമതലവാദികളായ അഭിഷക്തർക്കും ദൈവനാമത്തിൽ സ്നേഹബന്ധം അറിയിച്ച് ഞാൻ മൈക്ക് കൈമാറുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മുളവന മോഹൻദാസ്. ദൈവനാമം മഹത്വം എടുക്കാറാകട്ടെ. ക്രിസ്തുവിൽ ധന്യമായ ഒരു ജീവിതം കാഴ്ചവെച്ച പ്രിയ പിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ രണ്ട് വാക്ക് സംസാരിപ്പാൻ ലഭിച്ച അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധരായിരിക്കുന്ന മക്കൾ പലരും പ്രിയ പിതാവിനുണ്ടായത് തീർച്ചയായും ദൈവസന്നിധിയിൽ ദൈവസഭയിൽ ഏറ്റവും ധന്യമായ ഒരു അനുഭവമാണ്. കാരണം ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അത്തരത്തിൽ ദീർഘവർഷങ്ങൾ ജീവിച്ച് തലമുറകൾ ദൈവനാമത്തിൽ മഹത്വമെടുക്കുന്നതും ശുശ്രൂഷയിൽ ശോഭിക്കുന്നതും കണ്ട് സന്തോഷിപ്പാൻ പ്രിയ പിതാവിന് അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. വിശേഷിച്ചും ഇത്തരമൊരു ശ്രേഷ്ഠമായ ശുശ്രൂഷ കർത്താവിൻ്റെ വേലയിൽ ദാസം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്ന കുടുംബങ്ങളെ ദൈവം അധികമായി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തൂർ അസംബ്ലീസ് റോഡ് സഭയുടെ എല്ലാ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് പാസ്റ്റർ വിൽസൺ ഡാനിയെ മുൻ ഈ സഭയുടെ മുഖത്തല സഭയുടെ ശുശ്രൂഷകൻ സുത്യർഹമായ നിലയിൽ 6 വർഷക്കാലം
കർത്താവിൻ്റെ മഹത്വമുള്ള ആ വേല ഇവിടെ ചെയ്ത് അനന്തരം ഇപ്പോൾ ചെങ്ങന്നൂർ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായും കൂടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിൽസൺ ഡാനിയേൽ മുൻപോട്ട് കടന്നു വരികയും അല്പം നിമിഷങ്ങൾ എടുക്കുകയും ചെയ്തു. കർത്താവിന് മഹത്വം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന മുഹത്തല സഭയുടെ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ അവറുകൾ, പ്രത്യേകിച്ച് പാസ്റ്റർ ഇ യോഹനാൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ ബേവിച്ചാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ അപ്പച്ചൻ്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സഭയിൽ 6 വർഷക്കാലം ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് അവസരം നൽകി. ആ സമയത്ത് പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വീടുമായിട്ട് ആത്മീയമായി സഹകരിക്കുവാനും ആ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹത്തോടെ ഇടപെടുവാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥത പുലർത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചർച്ചയാണ് മുഖത്തല ഈ സഭ. അന്നും ഇന്നും ഈ സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ഇടുക്കളപ്പച്ചനെ സംബന്ധിച്ചോളം പാസ്റ്റർ ഷോജി ഓർപ്പിച്ചതുപോലെ കർത്താവിൽ വളരെ പ്രത്യാശയുള്ള ഒരു പിതാവാണ്. ഒരവസരത്തിൽ എന്നോട് പ്രിയപ്പെട്ട അപ്പച്ചൻ ചോദിച്ചു, പാസ്റ്റർക്ക് വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാൻ അറിയാമോ? അറിയാമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ചില കാര്യങ്ങൾ സഭയിൽ പ്രസംഗിക്കണം എന്ന് ആവശ്യപ്പെടുകയും എപ്പോഴും ഇല്ലെങ്കിൽ പോലും ചില അവസരങ്ങൾ അങ്ങനെയുള്ള പ്രത്യാശയുടെ ചില വചനങ്ങളെടുത്ത് സംസാരിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഉദ്ദേശം കർത്താവിലുള്ള പ്രത്യാശയാണ് തൻ്റെ ഉള്ളിലുള്ളതെന്നും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അനന്തരമുള്ള ന്യായവിസ്താരത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ആ പുസ്തകം വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ ഒരു പുസ്തകമായതുകൊണ്ട് ആ പ്രത്യാശ പ്രിയപ്പെട്ട അപ്പച്ചനുണ്ടെന്ന് എനിക്ക് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് ജീവൻ, അതിനോട് ചേർന്ന് നിത്യജീവൻ. ഇത് രണ്ടും തരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ലോകചരിത്രത്തിൽ വളരെ ഇടം കണ്ട ഒരു മഹാനായ വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ മരണത്തിന് ശേഷം ചെയ്യേണ്ട 3 കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടവരോട് അറിയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, പലപ്പോഴും നാം കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, അദ്ദേഹം മരിക്കുമ്പോൾ ശവപ്പെട്ടിയുടെ 2 സൈഡിലേക്കും ദ്വാരങ്ങൾ ഉണ്ടാക്കി 2 കരങ്ങളും പുറത്ത് ഇട്ട് ആ നിലയിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ വേണം തൻ്റെ ഡെഡ് ബോഡി ചുമക്കേണ്ടത് ഡോക്ടർമാരായിരിക്കണം എന്ന് താൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 3, തൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് സ്വർണ്ണ കറൻസികൾ, സ്വർണ്ണ നാണയങ്ങൾ താൻ പോകുന്ന വിലാപയാത്രയിൽ വാരി വിതരണം എന്ന് താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ ലോക സാമ്രാജ്യത്തെ വെട്ടിപ്പിടിച്ച്, ഇന്ത്യയെ പോലും വെട്ടിപ്പിടിച്ച് തൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരാൻ താൻ ആഗ്രഹിച്ചുവെങ്കിലും തൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥകളും ഈ ലോകത്തൊന്നും ഒന്നും കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നുള്ള ആ വസ്തുതയാണ് വിളിച്ചറിയിക്കുന്നത്. 2, ഡോക്ടർമാർ തൻ്റെ ഡെഡ് ബോഡി ചുമക്കണം. മെഡിക്കൽ സയൻസിന് തനിക്ക് ജീവൻ കൊടുക്കുവാൻ, ലോകത്തിന് ജീവൻ കൊടുത്ത് സംരക്ഷിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ആ കാര്യമാണ് വിളിച്ചറിയിക്കുന്നത്. 3, ഈ ലോകത്തിലെ പണത്തിന് നമുക്ക് ജീവൻ തരുവാൻ സാധ്യമല്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കുന്ന ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധിയില്ല. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? വെളിച്ചം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു വെളിച്ചത്തെ പകച്ച് ഉപേക്ഷിച്ച് അതേ പാപത്തെ സ്നേഹിക്കുന്ന അവസ്ഥകളെക്കുറിച്ചാണ് വിളിച്ചറിയിക്കുന്നത്. ഇരുട്ട് പാപത്തെ വിളിച്ചറിയിക്കുന്നു. ഇരുട്ടിനെ സ്വീകരിക്കുകയും വെളിച്ചത്തെ തുച്ഛീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ന്യായവിധിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമത്തിൽ വായിച്ചൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. നിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ലോകത്ത് ജീവിച്ചു. ധനികന്റെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. നല്ല വസ്ത്രം മാതാവ് മേടിച്ചു കൊടുത്തു, നല്ല ആഡംബരമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. എന്നാൽ ഒരു ദിവസം അവള് മദ്യത്തിന് അടിമയായി ലോകപ്രകാരം നൃത്തം ചവിട്ടുവാനും ധാരാളം ഹോട്ടലുകളിൽ അവൾ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലേക്ക് അവൾ വലിച്ചഴക്കപ്പെട്ടു. ഒരു ദിവസം ഒരു വലിയ ഹോട്ടലിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ബ്ലഡ് ക്യാൻസർ ബാധിച്ച് അവൾ അവിടെ മയങ്ങി വീണു. അതിനുശേഷം അവളെ വീട്ടിൽ കൊണ്ടുവന്നു. വേണ്ടതായ ചികിത്സകളൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു. എന്നാൽ ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവളുടെ മാതാവിനോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയിലെ ശുശ്രൂഷകനെ വിളിച്ചു വരുത്തണം. അദ്ദേഹം വളരെ ശാന്തമായി അവൾ സംസാരിച്ചു. നീ മരിച്ചു പോയാൽ നിന്റെ നിത്യതയെക്കുറിച്ചുള്ള ഒരുക്കം നീ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നിഷ എന്ന ആ പെൺകുട്ടിക്ക് നിത്യജീവൻ എന്തെന്ന് കേട്ടിട്ട് പോലുമില്ല. വളരെ പ്രയാസം മാതാവിനോട് തോന്നി. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തുന്നു, ആഡംബരമായിട്ടുള്ള സംവിധാനങ്ങൾ പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിത്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ നിത്യതയ്ക്ക് ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ട അപ്പച്ചനെ സംബന്ധിച്ചോളം ക്രിസ്തുവിൽ ജനിച്ച് വളർത്തപ്പെട്ട് ക്രിസ്തുവിനോട് ജീവിച്ച് ക്രിസ്തുവിൽ അന്ത്യം പ്രാപിച്ചിരിക്കുകയാണ്. മക്കൾ എല്ലാവരും തന്നെ ആത്മീയമായി ജീവിച്ച കർത്താവിനെ പ്രസാദിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ അപ്പച്ചൻ പോയ നല്ല പാതയിൽ അവരും ജീവിച്ച് നിത്യം പ്രവേശിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന കൊടുവല്ലൂർ ഏജ് സഭയുടെ പേരിലും ഞാൻ ചുമതല വഹിക്കുന്ന ചെങ്ങന്നൂർ സെക്ഷനുള്ള എല്ലാ പ്രാദേശിക സഭയ്ക്ക് വേണ്ടി സെക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള പ്രത്യാശയുടെ വാക്കുകൾ ഓർപ്പിച്ചുകൊണ്ട് അവസരം നൽകിയ ദേവദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. പാസ്റ്റർ അലക്സാണ്ടർ. കർത്താവിന് മഹത്വം. പ്രിയപിതാവിൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ പകരേണ്ട പ്രാർത്ഥിക്കുന്നു. വേർപാടെന്ന് പറയുന്നത് വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ പ്രിയ പിതാവിൻ്റെ കാര്യത്തിൽ വേദനയില്ലാത്ത ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ പ്രവേശിപ്പാൻ കർത്താവ് തക്ക സമയത്ത് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. മരണമെന്ന് പറയുന്നത് ഏത് ഭവനത്തിലും അതിഥിയായി വരുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അതിൽ ജയം പ്രാപിപ്പാൻ പ്രിയ പിതാവിന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി ജനിക്കുമ്പോൾ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ജനിക്കുന്നു. എന്നാൽ ആ വ്യക്തി മരിക്കുമ്പോൾ എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് പോകുന്നുവെന്ന് കാണാൻ കഴിയുന്നു. ഒരു പ്രാവശ്യം ജനിച്ച വ്യക്തിക്ക് 2 പ്രാവശ്യം മരണമുണ്ട്. എന്നാൽ 2 പ്രാവശ്യം ജനിച്ച വ്യക്തിക്ക് 1 പ്രാവശ്യം മരണമുള്ളൂ. ദൈവവചനം പറഞ്ഞു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, 2-ാം മരണത്തിന് അവർ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് 3 അവസ്ഥയുണ്ട്. ഒന്ന് അധമം, ഉത്തമം, അത്യുത്തമം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കുന്നത് എനിക്ക് ആവശ്യമുണ്ട്, അത് അത്യുത്തമല്ലോ എന്ന് ദൈവവചനം. അങ്ങനെയെങ്കിൽ അത്യുത്തമമായ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രിയ പിതാവ് പ്രവേശിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. മരണമെന്ന് പറയുന്നത് മടങ്ങി വരാത്ത ഒരു അവസ്ഥയാണ്.